ഗുഡ് മോർണിംഗ്. SBS ഒരുക്കുന്ന വിഷൻ ആൻഡ് മിഷൻ റീഡിഫൈൻഡ് 24x7 എന്ന പ്രോഗ്രാമിലേക്ക് ഏവരെയും ഞങ്ങൾ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ വഴികാട്ടിയായിരിക്കുന്ന വിശുദ്ധ വേദപുസ്തകം നാം അനുവർത്തിക്കേണ്ട ജീവിത രീതികളെ പറ്റി വ്യക്തമായി പരാമർശിക്കുന്നുണ്ടെങ്കിലും ലൗകികതയുടെ മാസ്മര വലയം അത്യന്തം ഘനമേറിയതും മോഹനവുമാകയാൽ ക്രിസ്തീയ കുടുംബങ്ങളിൽ ജനിച്ച് വളർത്തപ്പെടുന്ന യുവതി യുവാക്കളും പലപ്പോഴും ജഡീക മോഹങ്ങൾക്ക് അധീനപ്പെട്ട് യഥാർത്ഥ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിക്കുകയാണ്. അപക്വ മനുഷ്യന്റെ തിരത്തള്ളലിൽ ദർശനം നഷ്ടപ്പെട്ടവരും എന്തിനാണ് ദൈവം എന്നെ ഭൂമിയിൽ ആക്കി വച്ചിരിക്കുന്നത് എന്ന വിലപ്പെട്ട സത്യം വിസ്മരിക്കുന്നവരും ആദർശവും ലക്ഷ്യബോധവും ഇല്ലാതെ അലയുന്ന യൗവനക്കാർ ദൈവത്തോട് മത്സരികളായി തീരുന്ന ഈ നാളുകളിൽ ഒരു പുനർവിചിന്തനം ചെയ്യുവാൻ സഹായകരമാകുന്ന ഒരു പ്രോഗ്രാമിലേക്കാണ് നാം എത്തിയിരിക്കുന്നത്. നാം പൊക്കി പണിതുകൊണ്ടിരിക്കുന്ന സ്വപ്നലോകത്തെ തച്ചുടച്ചുകൊണ്ട് COVID-19 ഒരു വില്ലനായി മാറിയപ്പോൾ ചുവട് പിഴച്ച എത്രയോ യൗവനക്കാരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇനിയും എന്ത് എന്ന ചോദ്യം ആവർത്തിച്ച് ഉരുവിടുന്ന മനസ്സുകളിൽ ഇന്നത്തെ ചിന്താവിഷയം ഒരു കുളിർമയായി, നീറിയിരിക്കുന്ന ഹൃദയത്തിന് ഒരാശ്വാസമായി, പുനർസമർപ്പണത്തിന് കാരണമായിട്ട് തീരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ദൈവാശ്രയ ബോധത്തിലും താഴ്മയിലും മൂല്യബോധത്തിലും ഇന്നത്തെ തലമുറ എത്തിച്ചേരണം എന്നുള്ള ഏകമായ ആഗ്രഹത്തോടുകൂടിയാണ് SBS ഇപ്രകാരം ഒരു പ്രോഗ്രാം ക്രമീകരിച്ചിരിക്കുന്നത്. ലോക നിലവാരത്തിന് അനുരൂപമാകാതെ ആത്മീയ നിലവാരത്തിലേക്ക് ഉയർത്തപ്പെടുവാൻ തലമുറകൾക്ക് വേണ്ടി കണ്ണീരൊഴുക്കുന്ന മാതാപിതാക്കളുടെ പ്രാർത്ഥന സഫലമായിട്ട് തീരുവാൻ ഇന്നത്തെ പ്രോഗ്രാമിലൂടെ ഇടയായിട്ട് തീരട്ടെ. ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന ഏവരെയും ഞങ്ങൾ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഇന്നത്തെ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന എല്ലാ പാർട്ടിസിപ്പൻസ്, അതോടൊപ്പം തന്നെ പ്രോഗ്രാം അവതരിപ്പിക്കുന്ന പ്രിയപ്പെട്ടവർ ഏവർക്കും സുവിശേഷൻ ബാലസംഘത്തിന്റെ പേരിലുള്ള ഹൃദയംഗമായിരിക്കുന്ന സ്വാഗതം ഞാൻ ആശംസിക്കുകയാണ്. ഒരു കാര്യം പ്രത്യേക പ്രാരംഭത്തിൽ ഓർപ്പിക്കട്ടെ. ഈ പ്രോഗ്രാമിൽ നിങ്ങൾ പങ്കെടുക്കുമ്പോൾ ആദ്യോടന്തം പങ്കെടുക്കുവാനായിട്ട് ശ്രമിക്കുക. തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് അനുഗ്രഹമായിട്ട് തീരും. മാത്രമല്ല, നിങ്ങളുടെ പേരുകൾ തന്നെ ടൈപ്പ് ചെയ്യുന്നത് നന്നായിരിക്കും. നിങ്ങളുടെ പേര് തന്നെ, നിങ്ങളുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തി തന്നെ ഇതിൽ ആയിരിക്കുന്നത് വളരെ നന്നായിരിക്കും. കഴിയുന്നിടത്തോളം വീഡിയോ ഓൺ ചെയ്താൽ അത് സംസാരിക്കുന്നവർക്കൊക്കെ ഒരു പ്രചോദനമായിട്ട് തീരും എന്നുള്ള കാര്യം കൂടെ ഓർപ്പിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. നാം പ്രാർത്ഥിച്ച് ഈ പ്രോഗ്രാം ആരംഭിക്കുന്നു. പ്രാർത്ഥനയ്ക്ക് വേണ്ടി ജസ്റ്റിസ് ജോർജിനെ ഞാൻ ക്ഷണിക്കുന്നു. Gracious, Almighty, loving Heavenly Father, we thank you for this time. Thank you for giving us this great privilege. We consider this as a great joy to come before God's presence during this pandemic time, as we are so overjoyed and thrilled to come before God's presence, as SPS has created one more opportunity as we could gather before the children's, as we could gather before Lord to see what God you have done in our lives. Lord, as we are here in this midst, Lord, we see that we are going through a different kind of times where we cannot even go up to places and see our friends and be a part of fellowship. But God, you have provided us yet again an opportunity, and we consider it as a joy. Lord, we pray and we commit all of the ones who have come here and have taken their time and have come here to be a part of this great program. Lord, as we pray that each of the ones who are doing the ministry and the ones who are singing songs and the ones who are given the responsibilities may fulfill the responsibilities with faithfulness. As we are going to hear from the word, Lord, we pray that we may be true disciples. We may be hearers and also doers of the word. Enable us to be reminded from the word, and enable us to repent of what we need to do and remember what we have to do in our short span of life.
Lord, we commit all of our dear ones and the ones who are going to be a part of this ministry into thy hands. And we commit all of this in and through a precious name of our soon coming Lord and Savior Jesus Christ. Amen. Thank you, dear brother Justin George. ഇന്നത്തെ സ്പെഷ്യൽ പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്തിരിക്കുന്നതായ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പാൻഡമിക് സിറ്റുവേഷനിൽ നമ്മളെല്ലാവരും ദൈവത്തിന്റെ കരുതൽ പരിപാലനം അനുഭവിക്കുന്നവരാണ്. ബൈബിൾ പറയുകയാണ്, അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൽ പാർക്കുന്നതായ വ്യക്തിയെ ദൈവം കാക്കുന്നു, പരിപാലിക്കുന്നു. ദൈവത്തിന്റെ കരുതൽ പരിപാലനം ഇവയെ ഓർപ്പിക്കുന്നതായ ഒരു ഗാനം ഇപ്പോൾ നമ്മൾ കേൾക്കുവാനായിട്ട് പോവുകയാണ്. ഈ അർത്ഥം വരുന്നതായ ഗാനം നമുക്ക് വേണ്ടി ആലപിക്കുന്നു ബ്രദർ നിതിൻ ജെയ്സൺ ആൻഡ് ടീം ഫ്രം തൃശൂർ. അപ്പോൾ ഈ ഗാനം ആലപിക്കുവാനായിട്ട് അവരെ ഞാൻ ക്ഷണിക്കുന്നു. അത്യുന്നതൻ മറവിൽ വസിച്ചിടുമ്പോൾ സർവശക്തൻ നിഴലിൽ പാർത്തിടുമ്പോൾ അത്യുന്നതൻ മറവിൽ വസിച്ചിടുമ്പോൾ സർവശക്തൻ നിഴലിൽ പാർത്തിടുമ്പോൾ ഒരു ബാധയും നിന്നോടടുക്കുന്നില്ല, ഒരു അനർത്ഥവും നിന്റെ മേൽ ഭവിക്കയില്ല, ഒരു ബാധയും നിന്നോടടുക്കുന്നില്ല, ഒരു അനർത്ഥവും നിന്റെ മേൽ ഭവിക്കയില്ല. ലോകത്തിൻ പ്രഭുക്കന്മാർ ഭ്രമിച്ചിടുമ്പോൾ, ലോകത്തിൻ ശക്തികൾ ക്ഷയിച്ചിടുമ്പോൾ, ലോകത്തിൻ പ്രഭുക്കന്മാർ ഭ്രമിച്ചിടുമ്പോൾ, ലോകത്തിൻ ശക്തികൾ ക്ഷയിച്ചിടുമ്പോൾ ശങ്കിക്കേണ്ട, ഭ്രമിക്കേണ്ട, കലങ്ങിടേണ്ട, ദൈവത്തിൻ കരങ്ങളിൽ താണിരിക്കാം. ശങ്കിക്കേണ്ട, ഭ്രമിക്കേണ്ട, കലങ്ങിടേണ്ട, ദൈവത്തിൻ കരങ്ങളിൽ താണിരിക്കാം. അത്യുന്നതൻ മറവിൽ വസിച്ചിടുമ്പോൾ സർവശക്തൻ നിഴലിൽ പാർത്തിടുമ്പോൾ ഒരു ബാധയും നിന്നോടടുക്കുന്നില്ല, ഒരു അനർത്ഥവും നിന്റെ മേൽ ഭവിക്കയില്ല, ഒരു ബാധയും നിന്നോടടുക്കുന്നില്ല, ഒരു അനർത്ഥവും നിന്റെ മേൽ ഭവിക്കയില്ല. ഉണർന്നെഴുന്നേറ്റു നാം ഒരുങ്ങിടാം, ദൈവത്തിൻ കാഹളം മുഴങ്ങിടാറായി. ഉണർന്നെഴുന്നേറ്റു നാം ഒരുങ്ങിടാം, ദൈവത്തിൻ കാഹളം മുഴങ്ങിടാറായി. ഞൊടിയിട നേരത്തെ കഷ്ടം മറന്നു നിത്യ തേജസ്സിൻ മഹത്വത്തെ ധ്യാനിച്ചിടാം. ഞൊടിയിട നേരത്തെ കഷ്ടം മറന്നു നിത്യ തേജസ്സിൻ മഹത്വത്തെ ധ്യാനിച്ചിടാം. അത്യുന്നതൻ മറവിൽ വസിച്ചിടുമ്പോൾ സർവശക്തൻ നിഴലിൽ പാർത്തിടുമ്പോൾ ഒരു ബാധയും നിന്നോടടുക്കുന്നില്ല, ഒരു അനർത്ഥവും നിന്റെ മേൽ ഭവിക്കയില്ല, ഒരു ബാധയും നിന്നോടടുക്കുന്നില്ല, ഒരു അനർത്ഥവും നിന്റെ മേൽ ഭവിക്കയില്ല. Thank you very much for the beautiful song. ദൈവം അനുഗ്രഹിക്കട്ടെ. വളരെ കാലിക
പ്രസക്തിയുള്ളതായ ഒരു വിഷയമാണ് ഇന്ന് ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നത്. ആ വിഷയ അവതരണത്തിനായിട്ട് SBS-ന്റെ ജനറൽ സെക്രട്ടറി ജോൺസൺ മാടപ്പള്ളിയെ ഞാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും SBS-ന്റെ കൂട്ടുകാർക്ക് പ്രത്യേകിച്ച് സുവിശേഷകൻ ബാലസംഘത്തിന്റെ സ്നേഹ അഭിവാദനങ്ങളെ പ്രാരംഭമായിട്ട് അറിയിക്കുന്നു. കഴിഞ്ഞ മാർച്ച് മാസം അവസാനം മുതൽ കോവിഡ് പാൻഡമിക് ഈ ദേശത്ത് അതിന്റെ പ്രയാസങ്ങൾ ആരംഭിച്ച സമയം മുതൽ സുവിശേഷകൻ ബാലസംഘം വ്യത്യസ്ത ഓൺലൈൻ പ്രോഗ്രാമുകളുമായി കുട്ടികൾക്ക് വേണ്ടി പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ പ്രോഗ്രാമുകളിലൊക്കെ കൂടുതൽ ഫോക്കസ് നൽകിയിരുന്ന യുവജനങ്ങൾക്കും ടീൻസിനും വേണ്ടിയുള്ള പ്രോഗ്രാംസിനായിരുന്നു. അനേക ആയിരക്കണക്കിന് യുവതി യുവാക്കന്മാരും ടീനേജേഴ്സും ആ പ്രോഗ്രാമിൽ പങ്കെടുക്കുകയും അതിൻ്റെ അനുഗ്രഹം ലഭിക്കുകയും ചെയ്തു എന്നുള്ളത് നന്ദിയോടുകൂടി ഈ സമയത്ത് ഓർക്കുന്നു. നമുക്കറിയാം, ഈ കോവിഡ് പാൻഡമിക് ഏറ്റവും അധികം ബാധിച്ചിരിക്കുന്നത് നമ്മുടെ വിദ്യാഭ്യാസ സമൂഹത്തെ അല്ലെങ്കിൽ യുവജനങ്ങളെയാണ്. വിദ്യാഭ്യാസ രംഗത്തും തൊഴിൽ മേഖലയിലും ഒക്കെ ഏറ്റവും കൂടുതൽ പ്രതിസന്ധികൾ നേരിട്ടൊരു കാലഘട്ടമാണ് ഈ കോവിഡ് കാലഘട്ടം എന്ന് പറയുന്നത്. ഒരുപക്ഷെ ഭാവി കാലത്ത് ഈ ചരിത്രത്തെ തന്നെ രണ്ടായി, പ്രീ കോവിഡ് ആൻഡ് പോസ്റ്റ് കോവിഡ് എന്ന രണ്ട് കാലഘട്ടമായി തന്നെ വേർതിരിക്കപ്പെടാവുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നമ്മുടെ മുമ്പാകെ നിലനിൽക്കുന്നത്. വിദ്യാർത്ഥികളെ കുറിച്ച് നമുക്കറിയാം, അവർ ഭാവിയിൽ അവരുടെ ജോലി സാധ്യത മുൻനിർത്തിയാണ് അവർ അവരുടെ കോഴ്സുകൾ തിരഞ്ഞെടുക്കുകയും പഠിക്കുകയും ചെയ്യുന്നത്. എന്നാൽ വിദ്യാഭ്യാസ ജോലി രംഗത്തുള്ള സമവാക്യങ്ങൾ തന്നെ പാടെ മാറ്റിമറിക്കുന്ന സംഭവ വികാസങ്ങളാണ് ഈ കോവിഡുമായിട്ട് ബന്ധപ്പെട്ട നാളുകളിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യങ്ങളിൽ ആവിർഭവിച്ച ഭാവിയെക്കുറിച്ചുള്ള ഒരുതരം അവ്യക്തതയും അനിശ്ചിതത്വവും ഒക്കെ നമ്മുടെ യുവതലമുറയെ സാരമായി ബാധിക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അത് നാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സത്യമാണ്. പ്രതിസന്ധികളും അനിശ്ചിതത്വങ്ങളും ഒക്കെ, അതുപോലെ തന്നെ ഭാവിയെക്കുറിച്ചുള്ള ശൂന്യതാബോധവും ഒരുപക്ഷെ നമ്മുടെ കാഴ്ചപ്പാടുകളെയും ദൗത്യ നിർവഹണത്തെയും പ്രതികൂലമായി ബാധിച്ചേക്കാം. എന്നാൽ ദൈവമക്കളായ നാം അനുഭവിക്കുന്ന ദൈവികമായ കരുതലുകളും നാം പഠിച്ചിട്ടുള്ള ദൈവ വചനത്തിൽ നിന്ന് ലഭിക്കുന്ന ഊർജവും ഈ പ്രതിസന്ധികളിൽ തളർന്നു പോകാതെ നമ്മെ ശക്തമായി മുന്നേറുവാൻ സഹായിക്കും എന്നുള്ളത് രണ്ടു പക്ഷമല്ല. ഈ പ്രത്യേക കാലഘട്ടത്തിൽ മുൻവിധികളില്ലാതെയും തുറന്ന മനസ്സോടുകൂടെയും നമ്മുടെ വിഷൻ ആൻഡ് മിഷൻസ് ഒന്ന് റീഡിഫൈൻ ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിച്ചാൽ ഭാവിയിൽ വരാൻ പോകുന്ന കാലിക പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ നമുക്ക് സാധിക്കും എന്നുള്ളതിൽ സംശയമില്ലല്ലോ. ഈ സെഷൻ, ഈ വരുന്ന ഇപ്പോൾ ആരംഭിക്കുന്ന സെഷനിൽ നാം ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് ഈ വിഷയം തന്നെയാണ്. നമുക്ക് ഏറെ പരിചയമുള്ള, നമുക്ക് സുപരിചിതനായ ബ്രദറൻ സമൂഹത്തിനിടയിൽ ഏറ്റവും അധികം അല്ലെങ്കിൽ വളരെയധികം ശുശ്രൂഷകൾ നിർവഹിച്ചു പോരുന്ന ഏറ്റവും അനുയോജ്യനായ ഒരു ഫാക്കൽറ്റിയാണ് ഈ സെഷൻ ലീഡ് ചെയ്യാനായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ബാംഗ്ലൂർ ഏഷ്യൻ ക്രിസ്ത്യൻ അക്കാദമിയുടെ അക്കാദമിക് ഡീനായി ഇപ്പോൾ ജോലി ചെയ്യുകയും സുവിശേഷ വേലയിൽ അനേക ശുശ്രൂഷകൾ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന നമ്മുടെ സുപരിചിതനായ ബ്രദർ ജോയ് ജോൺ ആണ് ഈ ശുശ്രൂഷ, ഈ ടോക്ക് ഈ സെഷനിൽ നിർവഹിക്കുന്നത്. ആ ശുശ്രൂഷയ്ക്കായിട്ട് ബ്രദർ ജോയ് ജോണിനെ ഞാനിപ്പോൾ ക്ഷണിക്കുകയാണ്. ഹലോ, ഗുഡ് മോർണിംഗ് എവറിബഡി. ഇങ്ങനെയുള്ളൊരു ചരിത്ര ദൗത്യത്തിൻ്റെ ഭാഗമായിട്ട് എനിക്കൊരു നിയോഗം ലഭിച്ചതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മൾ ഇപ്പോൾ ചിന്തിക്കുന്ന ഈ ഒരു വിഷയം, ദ വേൾഡ് ബിഫോർ ആൻഡ് ആഫ്റ്റർ COVID-19. നമുക്കറിയാം, COVID-19 എന്ന് പറയുന്നത് വലിയൊരു ലോകത്തെ ഇതുപോലെ കീഴ്മേൽ മറിച്ചിരിക്കുന്ന ഒരു പ്രശ്നം പിന്നെ ഉണ്ടായിട്ടില്ല. ഇതിനു മുമ്പും ഇതിനു ശേഷം ഉണ്ടാകുമോ എന്നും നമുക്ക് അറിയില്ല. അപ്പോൾ ഞാനിന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന അതിൻ്റെ ആദ്യത്തെ ഭാഗമാണ്. അതായത് ലോകത്തിന് ഉണ്ടായിരിക്കുന്ന ഒരു മാറ്റം, അതിനെക്കുറിച്ചൊരു അവലോകനമാണ് ആദ്യം ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം അത് സ്പെസിഫിക് ആയിട്ട് എങ്ങനെയാണ് നമ്മുടെ വിദ്യാഭ്യാസം അതുപോലെ നമ്മുടെ ജോലി അതിനെ രണ്ടിനെയും ബാധിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ പരാമർശിക്കുന്നതാണ്. അതിൻ്റെ ആത്മീക വശം പിന്നീട് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നതാണ്. അതായത് പോസ്റ്റ് കോവിഡിൽ നമ്മൾ നേരിടുന്ന ആത്മീയ വിഷയങ്ങൾ എന്തൊക്കെയാണ്, വെല്ലുവിളികൾ എന്തൊക്കെയാണ്, അതിനെ എങ്ങനെ തരണം ചെയ്യാം, ആളുകൾ സാധാരണ ചോദിക്കുന്ന ആത്മീയ ചോദ്യങ്ങൾ, കുഴപ്പിക്കുന്ന ചോദ്യങ്ങൾ. അതായത് ലോകത്തിൽ ഇത്രയും നല്ലൊരു ദൈവം ഉണ്ടെങ്കിൽ, ഇഫ് ഗോഡ് ഈസ് ഓൾ ഗുഡ്, ലവിങ്, കമ്പാഷനേറ്റ്, മേഴ്സിഫുൾ, സ്ലോ ടു ആങ്കർ, ഗ്രേഷ്യസ്, അങ്ങനെ ഒരു ദൈവമാണ് വേദപുസ്തകത്തിലെ ദൈവമെങ്കിൽ എന്തുകൊണ്ടാണ് ദൈവം ഇതുപോലുള്ള വേദനകൾ അനുവദിക്കുന്നത്? അല്ലെങ്കിൽ വേറൊരു വിധത്തിൽ ചോദിച്ചാൽ, എന്തുകൊണ്ടാണ് ദൈവം ഈ കൊറോണയ്ക്ക് ഒരു അറുതി വരുത്താത്തത്? എന്തുകൊണ്ടാണ് ദൈവം ദൂരെ നിൽക്കുന്നത്? എന്തുകൊണ്ടാണ് ദൈവം ഇടപെടാത്തത്? ഈ ചോദ്യങ്ങളൊക്കെ വിശ്വാസികളും ചോദിക്കുന്നു. അതേപോലെ തന്നെ അവിശ്വാസികളായ ആളുകളും, പ്രത്യേകിച്ച് യുക്തിവാദികൾ, നിരീശ്വരവാദികൾ, ഭൗതികവാദികൾ എന്ന ആളുകളെല്ലാം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ ഒരു ക്രിസ്തീയ യുവാവ്, യുവതി എന്നുള്ള നിലയിൽ ഈ ചോദ്യങ്ങൾ നമ്മളെല്ലാം ഇന്നല്ലെങ്കിൽ നാളെ അഭിമുഖീകരിക്കേണ്ട ചോദ്യമാണ്, ഇതിന് ഉത്തരം പറയേണ്ട ചോദ്യമാണ്. അതിന് ആത്മീയമായിട്ട് നമ്മളെ സജ്ജരാക്കുക എന്നുള്ള ഉദ്ദേശം കൂടെ SBS-ന് മുൻപിലുണ്ട്. അതുകൊണ്ടാണ് ഈ സമ്മേളനത്തിൽ
ഇങ്ങനൊരു പ്രത്യേക വിഷയം വെച്ചിരിക്കുന്നത്. മിഷൻ ആൻഡ് വിഷൻ റീഡിഫൈൻഡ് എന്ന് നമ്മൾ വെച്ചിരിക്കുന്നത്. നമുക്കൊരു ദൗത്യമുണ്ട്, നമുക്കൊരു ദർശനമുണ്ട്, അതിനൊരിക്കലും മാറ്റം വരുന്നില്ല. പക്ഷേ ലോകത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ ഉൾക്കൊണ്ട് അതിനനുസരിച്ച് നമ്മുടെ ദർശനങ്ങളും അതുപോലെ നമ്മുടെ കാഴ്ചപ്പാടുകളും അതിനനുസരിച്ച് രൂപപ്പെടുത്തിയെടുക്കുക എന്നുള്ളതാണ് സുവിശേഷൻ ബാലസംഘം ഈ ഒരു സമ്മേളനത്തിലൂടെ ഉദ്ദേശിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. We have the same mission and same vision, but how do we modify in the context of the changed environment? ഇപ്പോൾ ലോകത്തെക്കുറിച്ച് ഇപ്പോൾ ഇവിടെ പറയുണ്ടായി, ലോകം ഇനി തൊട്ട് ബിഫോർ കൊറോണ, ആഫ്റ്റർ കൊറോണ അങ്ങനെയാണ് ഇനി അറിയപ്പെടാൻ പോകുന്നത്. കൊറോണയുടെ കുത്തൊഴുക്കിൽ കലങ്ങിയ ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ജൂലിയൻ ഹക്സ്ലി എന്ന് പറയുന്ന ഒരു തത്വചിന്തകൻ വർഷങ്ങൾക്ക് മുമ്പേ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്: Now we are living in a world where 2 + 2 is equal to 4, but we should be mentally prepared to face a world that will say 2 + 2 is equal to 5. ഇപ്പോൾ നമ്മൾ ജീവിക്കുന്ന ലോകം കാലഘട്ടത്തിൽ 2ഉം 2ഉം ചേർന്നാൽ 4 ഉത്തരമെങ്കിൽ, ഇനി വരാൻ പോകുന്ന ഒരു ലോകത്തിൽ ഒരു പക്ഷേ 2ഉം 2ഉം കൂട്ടിയാൽ 5 ആകുന്ന ഒരു ലോകം വരും. ആ ലോകത്തിന് വേണ്ടി നമ്മൾ മാനസികമായി തയ്യാറെടുക്കണമെന്നാണ് അദ്ദേഹം ഒരു ദാർശനിക ബോധത്തോടുകൂടെ പറഞ്ഞിരിക്കുന്നത്. അത് ഇന്നത്തെ കാലത്ത് എത്ര അന്വർത്ഥമാണ്. നമ്മുടെ പല സമവാക്യങ്ങളും മാറി, ജീവിത രീതികൾ മാറി, രാഷ്ട്രീയം മാറി, ഭക്ഷണം മാറി, അതുപോലെ കമ്മ്യൂണിക്കേഷൻ മാറി, യാത്രകൾ മാറി, പഠനം മാറി, ജോലിയുടെ ശൈലികൾ മാറി, മനോഭാവങ്ങൾ മാറി. അപ്പോൾ എല്ലാ രീതിയിലും ഒരു മാറ്റം ഉണ്ടാക്കുന്നതാണ് ഈ ഒരു കാലഘട്ടം. അതുകൊണ്ടാണ് ഞാനതിനെ കൊറോണയുടെ കുത്തൊഴുക്കിൽ കലങ്ങിയ കാലം എന്ന് ഞാൻ വിളിക്കാനുള്ള കാരണം. കൊറോണയ്ക്ക് ശേഷമുള്ള ലോകത്തെക്കുറിച്ച് ധാരാളം ആളുകൾ എഴുതിയിട്ടുണ്ട്, ഇതിനെക്കുറിച്ച് ധാരാളം പുസ്തകങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. അതാണ് രസകരം. പ്രത്യേകിച്ച് ഈ ക്രിസ്ത്യൻ പശ്ചാത്തലത്തിലുള്ള ആളുകൾ കൊറോണ കാലത്തെ സഭ, കൊറോണ കാലത്തിലെ കൂട്ടായ്മ, കൊറോണ കാലത്തിലെ സഭാപരിപാലനം, കൊറോണ കാലഘട്ടത്തിലെ പ്രസംഗങ്ങൾ എന്നിങ്ങനെയുള്ള തലക്കെട്ടിൽ ധാരാളം പുസ്തകങ്ങൾ ഞാൻ ഈയിടയ്ക്ക് വായിച്ചു, ആർട്ടിക്കിളുകൾ വായിച്ചു. അതുപോലെ ഇപ്പോൾ പുസ്തകങ്ങൾ പണിപ്പുരയിലാണ്, അനേകർ അതിനെക്കുറിച്ച് എഴുതാൻ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ കൊറോണയെ പശ്ചാത്തലമാക്കിയിട്ട് ധാരാളം ട്രാക്റ്റുകളും അതുപോലെ ചെറിയ ചെറിയ സ്കിറ്റുകളൊക്കെ ആൾക്കാർ സുവിശേഷ കണ്ടന്റുള്ള, അതായത് സുവിശേഷം അറിയിക്കാൻ ഉതകുന്ന പല മെറ്റീരിയൽ ഈ കാലഘട്ടത്തിൽ ആൾക്കാർ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ കൊറോണ മനുഷ്യനെ പിടിച്ചു ഉലച്ച ഒരു വലിയൊരു സംഭവമായിട്ട് തന്നെയാണ്. അതിൽ ഒരു തർക്കമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരുവിധം ലോകത്തെ മാറ്റിപ്പണിയാൻ ഒരു വൈറസിനാകുമെന്ന് ആരും സ്വപ്നത്തിൽ നനച്ചിരിക്കില്ല. ഒന്ന് ചിന്തിച്ചു വയ്ക്കേ, 10 രൂപ കൊടുത്ത് കൈകൊണ്ട് കഴുകിയാൽ ചത്തുപോകുന്ന ഒരു വൈറസാണ്. 10 രൂപയുടെ ഒരു സോപ്പ് കൊണ്ട് കഴുകി കൊല്ലാൻ പറ്റുന്ന ഒരു കൊറോണയെ കൊല്ലാൻ വേണ്ടി 10 ലക്ഷം $10 മില്യൺ മനുഷ്യൻ ചെലവാക്കിയിട്ട് ഒന്നും നടക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇത്രയും ചെറിയൊരു ജീവി മനുഷ്യനെ ഇത്രയും വട്ടം കറക്കിയപ്പോൾ ആ കണ്ണിന് പോലും കാണാൻ പറ്റാത്ത ഈ വൈറസ് ഇത്രയും അപകടകാരിയാണെന്ന് ആരും മനസ്സിലാക്കിയില്ല. മനുഷ്യരാശിയുടെ ജീവിതക്രമം ക്രമേണ വൈറസ് തകടം വരച്ച് രോഗം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലോകം കൊറോണയ്ക്ക് മുൻപും കൊറോണയ്ക്ക് ശേഷവും എന്നാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. കോവിഡിന് ശേഷം ലോകം 2ആയിട്ട് വിഭജിക്കപ്പെടും എന്നുറപ്പാണ്. ഇപ്പോൾ ഓൾറെഡി അങ്ങനെ വിഭജിക്കപ്പെട്ട് കഴിഞ്ഞു. ലോകത്തിലെ സാമൂഹ്യ ക്രമം തന്നെ മാറുകയാണ്. സ്വതന്ത്ര സഞ്ചാരം, നേരത്തൊക്കെ എവിടെ വേണേലും ഇറങ്ങിപ്പോയിരുന്നു. പക്ഷേ നമുക്കറിയാലോ, ഈ ലോക്ക്ഡൗൺ തുടങ്ങിയ സമയത്ത് എവിടെയെങ്കിലും ഇറങ്ങിപ്പോകുന്നവൻ്റെ മുതുകിനിട്ട് അടി കിട്ടുന്നത് നമ്മൾ വീഡിയോയിൽ കൂടെ പല പ്രാവശ്യം കണ്ടതാണ്. കാരണം പോലീസ് ഏമാന്മാർ വന്ന് ബൈക്കിൽ പോകുന്നവരെ, നടന്നു പോകുന്നവരെ അടിച്ച് വീട്ടിലോട്ട് കയറ്റുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ നമുക്ക് എവിടെയും സഞ്ചരിക്കുക എന്നുള്ള നമ്മുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു. നമ്മുടെ തൊഴിൽ, അനേക ആൾക്കാർക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു. അതുകൊണ്ട് കുറേ പേര് കടത്തിലായി. പിന്നെ തൊഴിൽ നഷ്ടപ്പെട്ടതിൻ്റെ മാനസിക വിഭ്രാന്തി, എത്രയോ ഡിപ്രഷൻ ലോകത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം തൊഴിലില്ലായ്മ, അതുണ്ടാക്കുന്ന പണപരമായ പ്രയാസങ്ങൾ. പിന്നെ പ്രവാസികളോടുള്ള നമ്മുടെ മനോഭാവം മാറി. അനേക ആളുകൾ പ്രവാസത്തിലായിപ്പോയി. കാരണം മറ്റുള്ള രാജ്യത്തിൽ നിന്ന് ഇങ്ങോട്ട് വരാതെ കുടുങ്ങിക്കിടക്കുന്ന ധാരാളം ആളുകൾ. അന്തർദേശീയ ബന്ധങ്ങൾ ഉലഞ്ഞു. നമ്മൾ കാണുന്നുണ്ട്, ചൈനയെ ട്രംപ് വെല്ലുവിളിക്കുന്നു, ട്രംപിനെ ചൈനക്കാർ വെല്ലുവിളിക്കുന്നു. അപ്പോൾ രാഷ്ട്രീയ ബന്ധങ്ങളുടെ സമവാക്യങ്ങൾ മാറി, ആരോഗ്യ പരിപാലനം മാറി, അന്താരാഷ്ട്ര ഗതാഗതം മാറി, കയറ്റുമതി ഇറക്കുമതി എല്ലാം മാറി. മാറ്റവും നിയന്ത്രണവും എല്ലാം ഇനി ഒരു കാലത്തേക്ക് ഇത് തുടരാൻ പോവുകയാണ്. ഒരാൾ രഹസ്യമായിട്ട് പറഞ്ഞു, രോഗം പാസ്പോർട്ടിലുള്ളവരുടെ എത്തി റേഷൻ കാർഡ് മാത്രമുള്ളവരെ വരെ ബാധിച്ചു എന്ന്. എത്ര ശരിയായ ഒരു നിരീക്ഷണമാണ് അല്ലേ? ലോകക്രമം ഇനിയും മാറാൻ പോവുകയാണ്. നമ്മുടെ പ്രയോറിറ്റികൾ, മുൻഗണനകൾ മാറാൻ പോവുകയാണ്. തോക്കുകളും പീരങ്കികളും ആണവങ്ങളും ആണവായുധങ്ങളും ഒന്നും ഇനിയിപ്പോൾ ആളുകൾ ഉപയോഗിക്കുന്നില്ല. കാരണം ഇപ്പോൾ അവർക്ക് മനസ്സിലായി, വൈറസിനെ പടച്ചു വിട്ടു കഴിഞ്ഞാൽ ഒരു ലോകത്തെ മുഴുവൻ നശിപ്പിക്കാം. അപ്പോൾ ഈ ഒരു വൈറസ് ബോംബുകൾ അത് ഇനിയിപ്പം ലോകത്തിലെ യുദ്ധമുറയുടെ ഒരു ഭാഗമായിട്ട് തീരും.
സാമ്പത്തിക ക്രമത്തെക്കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം. സാമ്പത്തികം ഇപ്പോൾ തന്നെ എല്ലാവരും സാമ്പത്തിക മാന്ദ്യത്തിലും അതുപോലെ സാമ്പത്തിക പരാധീനതയിലും ടൈറ്റ് ഫൈനാൻസിലാണ് ഇപ്പോൾ ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ശാസ്ത്ര സാങ്കേതിക രംഗത്ത് വിശേഷിച്ച് വൈദ്യശാസ്ത്ര മേഖലയിൽ ഇന്നത്തെ ലോകം കൈവരിച്ച മഹത്തായ നേട്ടങ്ങൾക്ക് നടുവിലും പുതിയ വൈറസുകളെ നേരിടാൻ ആവശ്യമായ സന്നാഹവും കരുത്തും ഇല്ലാതെ വന്നു. ഇത് ശരിക്കും പറയുന്നത്, മാൻ യു ആർ വെരി ലിമിറ്റഡ്. കണ്ണുകൊണ്ട് പോലും കാണാൻ പറ്റാത്തൊരു കുഞ്ഞൻ വൈറസ് നിന്നെ മുള്ളിന്മേൽ നിർത്തുമ്പോൾ നീ എന്താ വിചാരിക്കുന്നത്? നീ വലിയവനാണെന്നോ? നിന്റെ വിദ്യാഭ്യാസം അവിടെ പോയി, നിന്റെ ടെക്നോളജി അവിടെ പോയി, നിന്റെ സാമർഥ്യം അവിടെ പോയി. യു സേ ദാറ്റ് യു ആർ ടെക്നോളജിക്കലി സയന്റിഫിക്കലി യു ആർ അഡ്വാൻസ്ഡ് ആൻഡ് വി ക്യാൻ ഡു ഇറ്റ്. അങ്ങനെയല്ല പറഞ്ഞത്, ഐ ക്യാൻ ഡു ഇറ്റ്. അതാണല്ലോ ഹ്യൂമനിസം എന്ന് പറഞ്ഞത്. മാൻ ഈസ് എ മെഷർ, അതാ ഹ്യൂമനിസം. ഐ ക്യാൻ ഡു ഇറ്റ് എന്ന് പറഞ്ഞിട്ട് വി ട്രൈ ടു ഡു ഇറ്റ് ബട്ട് വി കനോട്ട് ഡു ഇറ്റ്. അങ്ങനത്തെ ഒരു അവസ്ഥ വന്നല്ലേ എന്ന് പറഞ്ഞാൽ, കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ഈ വൈറസ് നമ്മളെ മുൾമുനയിൽ നിർത്തുമ്പോൾ മനുഷ്യൻ എത്ര ചെറുതാണ്, മനുഷ്യൻ എത്ര പരിമിതമുള്ളവനാണ്, അവൻ എത്രയോ കഴിവ് കെട്ടവനാണ്, അവൻ്റെ അറിവുകൾ എത്രയോ പരിമിതമാണ്. അപ്പോൾ മനുഷ്യൻ്റെ ലിമിറ്റേഷൻ, അവൻ്റെ അറിവുകേടിനെയും അവൻ്റെ അവൻ എത്ര ചെറുതാകുന്നു, എത്ര കഴിവില്ലാത്തവനാകുന്നു എന്ന് ലോകത്തോട് ഉറക്കെ വിളിച്ചു പറയുന്ന ഒരു കാലഘട്ടമാണ് ഈ കോവിഡ് കാലഘട്ടം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സാമൂഹിക, സാമ്പത്തിക, സാംസ്കാരിക, രാഷ്ട്രീയ മേഖലകളിലെല്ലാം മൗലികമായ മാറ്റങ്ങൾക്ക് കൊറോണ നിമിത്തമാകുമെന്നാണ് ഇപ്പോഴത്തെ പുതിയ പഠനം. രോഗം സൃഷ്ടിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ കാലേന്ദ്രൻ ഇല്ലാതാകും. കഴിഞ്ഞ നൂറ്റാണ്ടുകളിലെ മഹാമാരികളെ നിയന്ത്രിച്ച് നിർത്തിയ പോലെ ഇന്നത്തെ സംവിധാനങ്ങൾക്കും ഒരു പക്ഷേ കഴിഞ്ഞെന്ന് വരും. ഇനിയിപ്പോൾ ഒരു വൈറസിനൊരു ഏതെങ്കിലുമൊക്കെ ഒരു മരുന്ന് കണ്ടുപിടിക്കുകയാണെങ്കിൽ, വാക്സിൻ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ നിയന്ത്രിച്ച് നിർത്താൻ പറ്റും. പക്ഷേ എന്നാലും ഈ ചില സംവിധാനങ്ങൾ തുടർന്ന് തന്നെ പോകും. കാരണം ഇന്ന് ലോകം എന്ന് പറയുന്നത് അവർ പറയുന്ന ഗ്ലോബൽ വില്ലേജ് എന്നാണ്. നേരത്തെ പണ്ട് പറയുമായിരുന്നു ഗ്ലോബൽ വേഴ്സസ് ലോക്കൽ. ഗ്ലോബൽ എന്ന് പറഞ്ഞാൽ അന്തർദേശീയം അല്ലേ, ആഗോളം. പിന്നെ ലോക്കൽ എന്ന് പറഞ്ഞാൽ പ്രാദേശികം. ഇപ്പൊ രണ്ടും കൂടെ ചേർത്ത് ഇപ്പോൾ ഒറ്റ വാക്ക് അവർ പറയുന്നത്, ഗ്ലോബലും ലോക്കലും ചേർന്ന് ഇപ്പോൾ ഗ്ലോക്കൽ എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഈ ഭൂമി എന്ന് പറയുന്ന വലിയ ഗോളം ചെറിയ ഒരു പന്തായിട്ട് നമ്മുടെ മുമ്പിലേക്ക് വരികയാണ്. അപ്പോൾ ആഗോള ഗ്രാമമാണെന്ന് ലോകം. മാത്രമല്ല, മറ്റൊരു രാജ്യത്തിന് സഹായമില്ലാതെ, സാമൂഹ്യ ബന്ധമില്ലാതെ നമുക്കൊരിക്കലും മുൻപോട്ട് പോകുവാൻ പറ്റാത്തൊരു ഗതിയാണ്. അപ്പോൾ നമുക്കറിയാമല്ലോ, ഈ കൊറോണയ്ക്ക് പനി വന്നാൽ മരുന്ന് വേണം. അതിനെല്ലാവർക്കും അറിയുന്നൊരു മരുന്നാണ് പാരസിറ്റമോൾ. പക്ഷെ പാരസിറ്റമോളുടെ റോ മെറ്റീരിയൽ എവിടെ നിന്നാണ് വരുന്നത്? ചൈനയിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ചൈനയില്ലാതെ നമുക്ക് ജീവിക്കാനാവില്ല. മാത്രമല്ല, പച്ചക്കറിയും വെള്ളവും മരുന്നുകളും അതുപോലെ ആശുപത്രിയിലെ ഉപകരണങ്ങളും ഇതൊക്കെ പല രാജ്യങ്ങളിൽ നിന്ന് നമുക്ക് കയറ്റുമതി ചെയ്യാനേ പറ്റൂ. നമ്മുടെ രാജ്യത്ത് നിന്നും മറ്റ് പല രാജ്യങ്ങളിലേക്ക് നമ്മൾ കയറ്റുമതിയും ചെയ്യുന്നുണ്ട്. അപ്പം ഇറക്കുമതിയും കയറ്റുമതിയും ഒക്കെ ഇല്ലാതെ ആർക്കും ജീവിക്കാൻ പറ്റാത്ത ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആഗോളവൽക്കരണത്തിന്റെ പുതിയ ലോകത്തെയും കൊറോണ കടപുഴക്കി എറിയാൻ പോകുന്നു. ഇപ്പോൾ ഈ ചരക്കുകൾ ഇറക്കുകയും കയറ്റുകയൊക്കെ ചെയ്യുന്നത് നിയന്ത്രണം വന്നപ്പോൾ കുറച്ചുകൂടെ സ്വയം പര്യാപ്തത എന്ന് പറയുന്ന ആശയത്തിലേക്ക് ലോകമെല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മുടെ പഠനത്തെയും നമ്മുടെ ജോലിയെയും ഭാവിയിൽ ബാധിക്കും എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ബിക്കോസ് എവറി കൺട്രി ഈസ് ട്രൈങ് ടു ബി സെൽഫ് സഫിഷ്യൻറ്റ് ആൻഡ് സെൽഫ് പ്രൊഡക്റ്റീവ് ആൻഡ് സെൽഫ് സപ്ലൈങ്. സോ എഡ്യൂക്കേഷൻ ആൻഡ് കരിയർ വിൽ ബി ഗിയർ ടുവേർഡ്സ് ദാറ്റ് ലൈൻ. എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന് ആവശ്യമായ കാര്യങ്ങൾ നമ്മുടെ ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് വരുമ്പോൾ ഇനി വിദേശത്തേക്ക് ജോലി തേടി പോകുക എന്നുള്ള ആശയത്തിന് ഒരു പക്ഷേ അറുതി വരാൻ സാധ്യതയുണ്ട് എന്നാണ് ഞാൻ ഈ പറഞ്ഞതിൻ്റെ സാരം. കൊറോണ ലോകത്തിന് വിനയത്തിൻ്റെ പാഠം പഠിപ്പിച്ചു. ഓരോ ആൾക്കാരൊക്കെ നമുക്കറിയാമല്ലോ, ഭക്ഷണമില്ലാത്തവർ ഭക്ഷണത്തിന് വേണ്ടി കേഴുന്നതും, ഓരോ വലിയ ലോകത്തെ വിറപ്പിക്കുന്ന ചില രാജ്യങ്ങൾ കുഞ്ഞൻ രാജ്യങ്ങളുടെ മുൻപിൽ പഞ്ചപുച്ഛമടക്കി സഹായത്തിന് വേണ്ടി കേഴുന്നതൊക്കെ നമ്മുടെ കണ്ണിൻ്റെ മുൻപിൽ നമ്മൾ പഠിക്കുകയാണ്. മനുഷ്യൻ്റെ അഹന്തയ്ക്കും അഹങ്കാരത്തിനും ഏറ്റവും വലിയ അടിയാണ് ഈ COVID-19 അല്ലെങ്കിൽ കൊറോണ വൈറസ് എന്നൊരു പക്ഷേ നമുക്ക് തീർച്ചയായിട്ടും പറയുവാൻ കഴിയും. ഭാവിയിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ആർക്കും ഒരു നിശ്ചയമില്ല. കൊറോണ വൈറസ് എന്തായിത്തീരും എന്നുള്ളതിനെക്കുറിച്ച് ആർക്കും ഒന്നും അറിയത്തില്ല. ഇതിനെ പെട്ടെന്ന് പിടിച്ചു കെട്ടാൻ കഴിയുമോ എന്ന് നമുക്കറിയത്തില്ല. ഇപ്പോൾ ലോകം മുഴുവൻ അടഞ്ഞു കിടക്കുകയാണ്. ലോകം സ്തംഭിക്കും, ഓരോ രാജ്യവും ഒറ്റപ്പെടും. ചരിത്രത്തിൽ ഇതിന് മാതൃകയില്ല. ഈ സോഷ്യൽ ഡിസ്റ്റൻസ് ഇപ്പോൾ കണ്ടല്ലോ, ഈ ചിത്രത്തിൽ കാണുന്ന പോലെ ഇപ്പോൾ നമുക്ക് ഇത്ര സോഷ്യൽ ഡിസ്റ്റൻസേ ഉള്ളൂ. ഇനി ഡിസ്റ്റൻസ് കൂടി വരും. അപ്പോൾ ഒരു മനുഷ്യനിൽ നിന്ന് അകലുന്നത് പോലെ ഒരു പക്ഷേ മനുഷ്യൻ കൂട്ടായ്മയിൽ നിന്നും അകലാനുള്ള സാധ്യതയുണ്ട്. നമുക്കറിയാമല്ലോ, ഇപ്പോൾ തന്നെ ഈ സൂമൊക്കെ വന്നതോടുകൂടെ എല്ലാം ഇപ്പോൾ വെർച്വൽ ഫെലോഷിപ്പ് ആയി അല്ലേ. പ്രസംഗം വെർച്വൽ, പ്രബോധനം വെർച്വൽ, പ്രാർത്ഥന വെർച്വൽ, പാട്ട് വെർച്വൽ, കൂട്ടായ്മ വെർച്വൽ, അന്യോന്യം കാണുന്നതും സ്നേഹം പുതുക്കുന്നതും എല്ലാം ഇപ്പോൾ ഈ ഓൺലൈനിലൂടെയും അതുപോലെ സ്ക്രീനിൽ കൂടെയാണ്.
അപ്പോൾ ആളുകൾ തമ്മിലുള്ള ഊഷ്മളമായ ആ കൂട്ടായ്മയ്ക്ക് ആ താളത്തിന് ഒരു ഗതിഭേദം വരുവാൻ പോവുകയാണ്. ഇനി ആ ഒരു വിടവ് വർദ്ധിക്കാനുള്ള സാധ്യതയാണ് ഇങ്ങനെ പോയാൽ നമുക്ക് കാണാൻ കഴിയുന്നത്. മാത്രമല്ല, രാഷ്ട്രത്തിന് സംരക്ഷിക്കാനാവില്ല ന്യായം നിർത്തി വടക്കൻ കൊറിയ പാവങ്ങളെ ആശുപത്രിയിൽ കൊന്നു. വടക്കൻ കൊറിയയെക്കുറിച്ച് ധാരാളം മീമുകൾ ഈ ഇടയ്ക്ക് ഇറങ്ങിയായിരുന്നു. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ജീവിതത്തിന് വിലയില്ല. വേദപുസ്തകം പറയാണ്, മനുഷ്യനെ ദൈവം തൻ്റെ ഛായയിലും സ്വരൂപത്തിലും സൃഷ്ടിച്ചു. എല്ലാ മനുഷ്യർക്കും ഒരുപോലെ വിലയുണ്ട്. പക്ഷേ ഇറ്റലി പറഞ്ഞു, നിങ്ങൾക്ക് 65 വയസ്സിന് പ്രായമുണ്ടെങ്കിൽ, മുകളിൽ പ്രായമുണ്ടെങ്കിൽ നിങ്ങളെ രക്ഷിക്കണോ വേണ്ടയോ എന്നുള്ളത് വെന്റിലേറ്ററിൽ കാലിയായിട്ട് ഏതെങ്കിലും ബെഡുണ്ടോ എന്നുള്ളതിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഒത്തിരി രോഗികൾ വരികയാണെങ്കിൽ രക്ഷപ്പെടാൻ സാധ്യതയുള്ളവരെ മാത്രമേ ഞങ്ങൾ ചികിത്സിക്കത്തുള്ളൂ. അതിൽ പ്രത്യേകിച്ച് ആർക്കെങ്കിലും മദ്യപാനം, പുകവലി, ഡ്രഗ് അഡിക്ഷൻ അങ്ങനെയൊക്കെയുള്ള അനാരോഗ്യമുള്ള പ്രശ്നങ്ങളുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവരെ ഞങ്ങൾ ചികിത്സിക്കുന്ന പ്രശ്നമേ ഇല്ല. 65 വയസ്സുള്ള മനുഷ്യനെ ചികിത്സിച്ചിട്ട് എന്താ കാര്യം? അവൻ തിരിച്ചു വന്നിട്ട് പ്രയോജനമില്ല. അതുകൊണ്ട് ചെറുപ്പക്കാരെ മാത്രമേ. അപ്പം എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ വില എന്താണെന്ന് നമ്മൾ തന്നെ വിലയിടാൻ തുടങ്ങി, ദൈവത്തിന്റെ വിലയല്ല. ഇപ്പൊ എത്തിക്കൽ പ്രോബ്ലം, അപ്പോൾ സ്പിരിച്വൽ പ്രോബ്ലം, ഫൈനാൻഷ്യൽ പ്രോബ്ലം, എഡ്യൂക്കേഷണൽ പ്രോബ്ലം, പൊളിറ്റിക്കൽ പ്രോബ്ലം ആൻഡ് ഓൾസോ എത്തിക്കൽ പ്രോബ്ലം, സോഷ്യോളജിക്കൽ പ്രോബ്ലം, എല്ലാ മേഖലയിലും നമുക്ക് ചോദ്യങ്ങളാണ്. ഇതിലെന്താ എത്തിക്സ്? അപ്പോൾ മനുഷ്യന് വിലയില്ലേ? ദൈവം ഉണ്ടെങ്കിൽ ദൈവം എവിടെയാ? മനുഷ്യന്റെ വില നമ്മൾ തന്നെയാണ് നിശ്ചയിക്കുന്നത്. ഒരുത്തനെ രോഗമുള്ളവന് ചികിത്സ ആവശ്യമാണ്. പക്ഷേ ചികിത്സ നിഷേധിക്കുന്നതിലൂടെ നമ്മൾ അവനോട് പറയുന്നത് യു ആർ നോട്ട് വർത്തി ടു ബി കൺസിഡേർഡ്. നിനക്ക് രോഗമുണ്ട്, ഞങ്ങൾക്കറിയാം, ചികിത്സ തരണമെന്നും അറിയാം, പക്ഷേ നിന്നെ ചികിത്സിക്കണോ വേണ്ടയോ എന്നുള്ളത് ഞങ്ങൾ ഡോക്ടർമാർ അല്ലെങ്കിൽ ഞങ്ങളുടെ ഗവൺമെന്റ് തീരുമാനിക്കും. നിനക്ക് നിന്റെ ജീവനെക്കുറിച്ച് വലിയ വിലയായിരിക്കും, പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ ഒരു ബോധ്യമില്ല എന്നാണ് ലോകം ഇപ്പോൾ നമ്മളോട് പറയുന്നത്. നമ്മുടെ വില മറ്റുള്ള ആളുകൾ ഇടുന്ന തരത്തിലേക്ക് ലോകം മാറിയിരിക്കുന്നുള്ളത് ഭീതിജനകമായ ഒരു കാര്യമാണ്. ചരിത്രത്തിൽ ആദ്യമായി സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ എല്ലാവരെയും എപ്പോഴും നിരീക്ഷിക്കാൻ കഴിയും. നമുക്കറിയാമല്ലോ, ഇപ്പോൾ ഈ പുതിയ ഓരോ ആപ്പുകളൊക്കെ വന്നതോടുകൂടെ നമ്മുടെ 1 കിലോമീറ്റർ ചുറ്റളവിൽ എത്ര കോവിഡ് പേഷ്യൻസ് ഉണ്ട് എന്നൊക്കെ അറിയാനുള്ള ഇതുണ്ട്, എന്ന് പറഞ്ഞ ആപ്പുകൾ. അതുപോലെ കേരളത്തിൽ ആദ്യം തന്നെ നമുക്കറിയാം, ഈ ലോക്ക്ഡൗൺ തുടങ്ങിയ സമയത്ത് ഒരാൾ എവിടെന്നെങ്കിലും വന്നു കഴിഞ്ഞാൽ അയാൾ ആരുമായിട്ടൊക്കെ സമ്പർക്കത്തിലായെന്നുള്ള സമ്പർക്ക പട്ടിക, പിന്നെ റൂട്ട് മാപ്പ്. അപ്പം നമുക്ക് പ്രൈവസി എന്നുള്ള സാധനമില്ല. നിങ്ങൾ എവിടെ പോയാലും, ബാത്റൂമിൽ പോയാൽ പോലും നിങ്ങളെ പിന്തുടരുന്ന ആപ്പുകളാണ് വരാൻ പോകുന്നത്. നമുക്കറിയാം, വലിയ വലിയ സ്ഥലങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങൾ ക്യാമറ നിരീക്ഷണത്തിലാണ്. പക്ഷെ നിങ്ങൾക്കറിയാമോ, ഈ കോവിഡ് വരുന്നതോടുകൂടെ നമ്മുടെ പ്രൈവസി എന്ന് പറയുന്ന കാര്യം നഷ്ടപ്പെടാൻ പോവുകയാണ്. മാത്രമല്ല, നമ്മളെ ആൾക്കാർ തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ക്യാമറയിലൂടെ നമ്മുടെ ശരീരത്തിലെ താപനില, അതുപോലെ വൈദ്യാവസ്ഥ, ഇതെല്ലാം റിപ്പോർട്ട് ചെയ്യാനും പരിശോധിക്കാനും ഒക്കെ കഴിയും. അപ്പം നമ്മുടെ ഓരോ ചലനങ്ങളും ആൾക്കാർക്ക് ട്രാക്ക് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളത് ഭീതിജനകമായ ഒരു കാര്യമാണ്. യു ആർ ബീങ് വാച്ച്ഡ് എന്ന് പറഞ്ഞാൽ പ്രൈവസി എന്നുള്ളതാണ്. സംബഡി ഈസ് ഗോയിങ് ടു ഡിസൈഡ് ഫോർ യുവർ ലൈഫ്. നിങ്ങളുടെ ജീവിതത്തിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന മറ്റാരോ ആണ് എന്നുള്ളതാണ്. അനിവാര്യമായ ചില മാറ്റങ്ങളെക്കുറിച്ച് ഞാൻ പെട്ടെന്ന് പറയട്ടെ. എല്ലാവരും വീട്ടിൽ നിന്ന് ജോലി ചെയ്യും, അകലം പാലിച്ച് ആശയവിനിമയം നടത്തുമ്പോൾ എന്ത് സംഭവിക്കും? ഒന്ന് ചിന്തിച്ചു നോക്കി. അകൽച്ച കൂടും അല്ലേ? പണ്ടൊക്കെ നമുക്കൊരു പ്രവാസി ദൂരെ നിന്ന് എയർപോർട്ടിൽ നിന്ന് വരുമ്പോൾ അവൻ്റെ അംബാസഡർ കാറിൻ്റെ മുകളിലോട്ടാണ് നോക്കുന്നത്. കാരണം അംബാസഡറിൻ്റെ മുകളിൽ കെട്ടിവെച്ചിരിക്കുന്ന പെട്ടികൾ അത് എത്രയുണ്ട്. പിന്നെ പെട്ടി പൊട്ടിക്കുന്നൊരു ഉത്സവമാണ് അല്ലേ? പക്ഷെ നമുക്കറിയാം, നമ്മുടെ സമകാലിക കേരളത്തിൽ നമ്മൾ കണ്ടു, വിദേശ രാജ്യങ്ങളിൽ നിന്ന് സ്വന്തം നാട്ടിലേക്കെങ്കിലും എങ്ങനെയൊന്നും വന്ന് രക്ഷപ്പെടാൻ വേണ്ടി വന്ന ആൾക്കാരെ പട്ടിയെ ആട്ടിപ്പായിപ്പിക്കുന്നത് പോലെ ആട്ടിപ്പായിക്കുന്ന ഒരു സമൂഹത്തെ നമ്മൾ കണ്ടു. നമ്മുടെ സ്വന്തം ആൾക്കാരത് ചെയ്തത് എന്ന് പറഞ്ഞാൽ, നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട് വേർത്ത് മരുഭൂമിയിൽ ജോലി ചെയ്ത് കാശയക്കുന്ന നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ താങ്ങി നിർത്തുന്ന ആൾക്കാർ ഇവിടെ വന്നപ്പോൾ നമുക്ക് അവരുടെ പുച്ഛവും, അതുപോലെ അവിടെ എങ്ങാൻ കിടന്ന് ചത്താൽ പോരെ എന്നുള്ള കഠിനമായ വാക്കുകൾ പറഞ്ഞ് അവരോട് വെറുപ്പിന്റെ ഭാഷ സംസാരിക്കുന്നവരായിട്ട് നമ്മൾ തീർന്നു. അപ്പൊ അകലം ശാരീരികമായിട്ട് മാത്രമല്ല മാനസികമായിട്ടും സംഭവിച്ചു എന്നാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ഇത് നോക്കിയേ, മറ്റു ചില മാറ്റങ്ങൾ പറഞ്ഞാൽ മുഴുവൻ സ്കൂളുകളും കലാശാലകളും ഓൺലൈനിൽ പോകുമ്പോൾ എന്ത് സംഭവിക്കും? ഇപ്പോൾ തന്നെ ഇതിനെക്കുറിച്ച് ധാരാളം പഠനങ്ങൾ നടക്കുന്നുണ്ട്. കുട്ടികളുടെ ബൗദ്ധിക വളർച്ച, അതുപോലെ സോഷ്യൽ എബിലിറ്റി, സംസാരിക്കാനുള്ള കഴിവ്, ക്രിയേറ്റീവ് ആകാനുള്ള കഴിവ്, ഇതെല്ലാം നഷ്ടപ്പെട്ടു പോവുകയാണ്. ഒരുപക്ഷെ അന്താരാഷ്ട്ര തലത്തിൽ ആൾക്കാർ വിചാരിക്കുന്നത് ദിസ് ഇയർ ഷുഡ് ബി ലൈക്ക് എ 0 അക്കാഡമിക് ഇയർ എന്ന് പറഞ്ഞാൽ, നമ്മുടെ ലോകത്തിലെ വർഷങ്ങളിൽ നിന്ന് വിദ്യാഭ്യാസ വർഷം 1 വർഷം കുറയ്ക്കണം എന്നാണ് ചില വിദ്യാഭ്യാസ വിജീഷന്മാർ ആവശ്യപ്പെടുന്നത് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നത്. മൈനസ് ദിസ് ഇയർ ഫ്രം ദി എൻറ്റയർ അക്കാഡമിക് ഇയേഴ്സ്. കാരണം ഈ വർഷത്തിൽ നമ്മൾ ഒന്നും പഠിച്ചിട്ടില്ല, ഒന്നും പഠിപ്പിച്ചിട്ടുമില്ല എന്ന് കണക്ക് കൂട്ടണമെന്നാണ് ഇപ്പോൾ എഡ്യൂക്കേഷനിസ്റ്റുകൾ പറയുന്നത്.
വീട്ടിലിരുന്ന് ജോലി ചെയ്യലായിരിക്കും ഏറ്റവും പുതിയ മാറ്റങ്ങളൊന്ന്. പക്ഷേ അതുകൊണ്ട് അതിൻ്റേതായിരിക്കുന്ന ചില പ്രശ്നങ്ങളുണ്ടല്ലേ. സം ആർ വർക്കിംഗ് ഫ്രം ഹോം, സം ആർ വർക്കിംഗ് അറ്റ് ഹോം. ഇതുകൊണ്ട് തന്നെ ധാരാളം റിലേഷൻഷിപ്പ് ഇഷ്യൂ, ബന്ധങ്ങളുടെ പ്രശ്നങ്ങളും വിള്ളലുകളൊക്കെ കുടുംബങ്ങളിൽ വന്നു തുടങ്ങിയിരിക്കുന്നു. പലരുടെയും കുടുംബജീവിതം പരുങ്ങലിലായി. അതുപോലെ ചില ആളുകൾക്ക് ഈവൻ വിവാഹമോചനത്തിന് വക്കിലേക്ക് വന്നു. കാരണം ഇതുവരെ ഒരുമിച്ച് കുറേ മണിക്കൂർ ഒരുമിച്ചിരിക്കാത്ത ആൾക്കാർ 3-4 മാസം ഒരു കൂരയ്ക്കുള്ളിൽ വെളിയിൽ പോലും ഇറങ്ങാതെ ജീവിക്കുമ്പോൾ ശരിക്ക് മറ്റുള്ളവരുടെ സ്വഭാവം മനസ്സിലാക്കാൻ പറ്റി. അത് ഒത്തുപോകാൻ പറ്റത്തില്ല എന്ന് അവരെന്നെ മനസ്സിലായി, ജീവിത പങ്കാളിക്ക് മനസ്സിലായി. അതിനെ തുടർന്നുണ്ടാകുന്ന ബന്ധങ്ങളുടെ വിള്ളലുകളും അതുപോലെ ചേർച്ചയില്ലായ്മയൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ടൂറിസം മേഖല എന്നുള്ള വരുമാനം പൂർണ്ണമായും നിലയ്ക്കപ്പെടും. ലോകം സാമ്പത്തിക പ്രതിസന്ധി പ്രവാസികളുടെ നില പരുങ്ങലിലാക്കും. ആഡംബരങ്ങളോട് താൽക്കാലികമായെങ്കിലും ആഡംബരങ്ങൾ കുറച്ചെങ്കിലും അവസാനിക്കാൻ ഇടയുണ്ട്. കാരണം ഇപ്പോൾ പൗഡർ ഇട്ടിട്ട് ആര് കാണാനാ? ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞൊരു വ്യവസായം തന്നെ ചിന്തിച്ചു നോക്കിക്കേ. എത്ര കോടികളുടെ വ്യവസായമാണ് ലിപ്സ്റ്റിക് കമ്പനി. പക്ഷെ ലിപ്സ്റ്റിക് ഇട്ട് അതിൻ്റെ മുകളിൽ മാസ്ക് ഇട്ടിട്ട് ആര് കാണാനാ? അപ്പം അത് വേണ്ട. അപ്പം ഇപ്പം മനുഷ്യൻ വസ്ത്രം ഇടുന്ന പോലും വളരെ ലളിതമായിരിക്കുന്ന വസ്ത്രങ്ങളാണ്. ആഡംബരം വളരെയൊക്കെ അവസാനിച്ച് അവരോധപൂർണ്ണ അടച്ചിൽ വന്നതോടെ സമ്പദ് വ്യവസ്ഥ പൂർണ്ണമായി നിശ്ചലമായി. പിന്നെ ബിസിനസ് ലോകത്തിൽ നമുക്കറിയാം ഇപ്പം മീറ്റൽ പ്ലാറ്റ്ഫോമിലാണ്. അതുകൊണ്ട് ഇപ്പം യാത്രയില്ലാതെ ആളുകൾ കൂട്ടം കൂടാതെ എല്ലാം ഇപ്പോൾ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലേക്ക് സ്പേസിലേക്ക് വരാൻ പോവുകയാണ്. അപ്പോൾ മഹാമാരിയെ തുടർന്ന് രാജ്യം സമ്പൂർണ്ണ ആയപ്പോഴും ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ, അപ്പോൾ ഈ മാർക്കറ്റിംഗ് തൊഴിലായിട്ട് സ്വീകരിക്കുന്ന ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഡിജിറ്റൽ അഡ്വർടൈസ്മെൻറ്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് അതൊക്കെയാണ് ഇപ്പോൾ. ഇപ്പോൾ കടയിലേക്ക് പോകണ്ടല്ലോ, വീട്ടിലിരുന്ന് ഓർഡർ ചെയ്താൽ മതി, എന്തും വീട്ടിൽ വരും. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് തൊട്ട് അതുപോലെ ഇടേണ്ട വസ്ത്രം, ധരിക്കേണ്ട കണ്ണാടി, എന്ത് വേണമെങ്കിലും നമുക്കെല്ലാം ഇപ്പോൾ ഓർഡർ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് ലോകം നേരത്തെ വളർന്നു കഴിഞ്ഞു. ഇപ്പോൾ അത് കുറച്ചുകൂടെ ശക്തമാകും. ആരോഗ്യരംഗവും ഇൻഷുറൻസ് രംഗവും പച്ച പിടിക്കും. അതുകൊണ്ട് ഈ രീതിയിൽ സ്റ്റഡീസിലേക്കും അതുപോലെ ഫൈനാൻസ് സ്റ്റഡീസിലേക്കൊക്കെ പോകുന്ന കുട്ടികൾക്ക് ഈ 2 രംഗം കുറച്ച് വർഷത്തേക്ക് നമുക്ക് ആവശ്യമായിരിക്കുന്ന ജോലി വികസിക്കും. ഇത്രയും മാറ്റങ്ങൾ ലോകത്തിലുണ്ടെങ്കിലും 2 കാര്യങ്ങൾ മാറ്റണമെന്നില്ല. ഒന്ന്, നമ്മുടെ കർത്താവ് വരുന്നവരെയോ ദൈവം നമുക്ക് അനുവദിക്കുന്ന നാൾ വരെയോ നാം ഇവിടെ തന്നെ കാണും. അതിനൊരു വ്യത്യാസം ഉണ്ടാകത്തില്ല. 2, നമ്മുടെ ദൗത്യവും ദർശനവും മാറ്റമില്ലാതെ തുടരും. വിശേഷം അറിയിക്കേണ്ടവരാണ്, അതൊരു മാറ്റമില്ല. നമ്മുടെ ജീവിതത്തിൽ ലക്ഷ്യമുണ്ട്, ഉദ്ദേശമുണ്ട്, അതിനും മാറ്റമില്ല. നമ്മൾ ആളുകൾ ചോദിക്കുന്ന നമ്മുടെ വിശ്വാസത്തെക്കുറിച്ചും പ്രത്യാശയെക്കുറിച്ചും ചോദിക്കുന്നവരോട് പ്രതിവാദം പറയുവാൻ നമ്മൾ ഒരുങ്ങിയിരിക്കണം, അതിനും ഒരു മാറ്റമില്ല. ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങൾക്കോ ഉത്തരവാദിത്തങ്ങൾക്കോ ഒന്നും മാറ്റമില്ല. സാഹചര്യങ്ങൾക്ക് മാത്രമേ മാറ്റം ഉണ്ടാകുന്നുള്ളൂ. പക്ഷെ അതിനേക്കാളും ഏറ്റവും നമ്മളെ ചിന്തിപ്പിക്കുകയും നമ്മളെ ആശ്വസിപ്പിക്കുകയും ഉത്തേജിപ്പിക്കുകയും ചെയ്യുന്ന മറ്റൊരു കാര്യമുണ്ട്. എന്തെല്ലാം മാറ്റങ്ങൾ ലോകത്തിൽ സംഭവിച്ചാലും മാറ്റമില്ലാത്തൊരു കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. അതാണ് നമ്മുടെ ഏറ്റവും വലിയ ബലം. അതെ, ലോകം മാറുകയാണ്. കൊറോണയുടെ കുത്തൊഴുക്കിൽ ഇങ്ങനെ കാലത്തെ ഉലച്ചിരിക്കുകയാണ് കൊറോണ. പക്ഷേ മാറാത്തൊരു ദൈവം, മാറ്റമില്ലാത്തൊരു ദൈവം, അവൻ്റെ കൈപിടിച്ച് നമ്മുടെ യാത്ര തുടരാം. ഓക്കെ, ഇന്നത്തെ കാലഘട്ടത്തെ കുറിച്ച് നാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ നാളുകളിൽ നാം കടന്നു പോകുന്നതായിരിക്കുന്ന വഴികൾ അത് അത്ര പ്രയാസകരമായിരിക്കുന്ന വഴികളാണ്. നമ്മുടെ ലക്ഷ്യങ്ങളൊക്കെ തെറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. എന്നാൽ ഈ വിഷയത്തെക്കുറിച്ച് നാം തുറന്ന് ചില കാര്യങ്ങൾ ചിന്തിക്കാനായിട്ട് പോവുകയാണ്. ഇന്ന് നമ്മളോടുകൂടെ പല സഹോദരന്മാരും പങ്കെടുക്കുന്നുണ്ട്. അവരെ നമുക്ക് ഒന്ന് പരിചയപ്പെടാം. ഡോക്ടർ ജസ്റ്റിൻ നമ്മുടെ കൂടെ ഉണ്ട്. ഡോക്ടർ ജസ്റ്റിൻ ഈശോ സാം. അദ്ദേഹം തിരുവല്ല മെഡിക്കൽ മിഷനിലെ ഡോക്ടറാണ്. ഇന്ന് സുവിശേഷം ബാലസംഘത്തിന്റെ പ്രവർത്തനങ്ങളിൽ വളരെയധികം സജീവമായിട്ട് നമ്മോടുകൂടെ നിൽക്കുന്ന ഒരു സഹോദരൻ കൂടെയാണ്. അദ്ദേഹമാണ് ആദ്യമായിട്ട് നമ്മോട് തന്റെ അനുഭവങ്ങളും ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ നമ്മോട് സംസാരിക്കാനായിട്ട് പോകുന്നത്. ഓവർ ടു ഡോക്ടർ ജസ്റ്റിൻ. So praise be to God. I hope you're all doing well in this time. So one of the things that as a medical doctor I wanted to mention was about what I was commonly seeing during these times. You know, as a specialist involved in the management of obesity and diabetes, one of the common things that I am seeing is parents bring their children
out of concern for them being overweight. And that has become more common since this pandemic has begun. And I also have to say that people as young as 20 to 30 years of age are coming to me with newly diagnosed diabetes and high cholesterol levels. Now, that is usually due to the poor eating habits, the lack of exercise, and the stress. So, what first I want to tell is this: dear children, please take good care of your physical health and be careful not to put on excess weight. Eat good, nutritious food with lots of vegetables and fruits. Reduce your intake of bakery items and fried foods, and at least do 60 minutes of exercise per day, whether it be inside or outside your house. You can also consider the option of using a stationary cycle if you don't want to go outside. And I know that many of you might be attending online classes. So if you attend the online classes, do not sit continuously for more than 30 minutes, and take a small walk if you're allowed to every 30 minutes, because research is telling us that sitting continuously is as dangerous as smoking. And many of these parents who brought their children to me with excessive weight gain had a history of excessive smartphone usage. Now, addiction to smartphones is one of the very common things that we see, and we don't see it just among teenagers, but among adults as well. So excess usage of smartphone can affect your health. For example, excessive messaging. You use your smartphone for excessive messaging, it can cause what is known as texting teen tendinitis, or TTT. So it causes pain in your hands, in the neck, and the back due to poor posture. Excessive usage of smartphones can also cause you to lose sleep, because the blue light that is emitted from these smartphones can affect the secretion of the hormones that helps to bring sleep. Also, smartphones can cause stress, anxiety, decreased concentration, and it also exposes you to sometimes cyberbullying. Now, I know that again, since all of you are attending a lot of online classes, you might be feeling difficult with this new online method of teaching. And one of the biggest psychological impacts that has brought is isolation. Doing an online class all by yourself is more stressful than doing it in a physical class, and most of the times you feel alone. So now one of the common phrases that we keep hearing is social distancing, social distancing. Now, I don't agree with that word. The word should be physical distancing, so that you are not socially isolated. Now, in these times, it is quite a challenge. But if you need to speak to your friends, go ahead, pick up your phone and speak to your friends. Discuss your common projects and your ideas. And do this in a way so that it doesn't affect your schedule. And one of the things that we hear commonly during these times is that I have to attend a lot of online classes. I don't have time. So when I joined medical college many years back, I knew I was going to be busy for the rest of my life. But there is one advice that one of the senior Christian doctors gave me at that time. And that is, despite how busy you might get, never forget to keep your appointment with God. Now, what he meant by appointment is my quiet time and my prayer time. Though I sometimes struggle to do it, it is a principle that I still try to follow. Choose a time when you know you will not be interrupted, be it morning or evening, and keep that appointment with God at all times. I would say do it unless and until there is a medical emergency. So if there is one tip that I want to give you, it's this: keep your appointment with God. That is the foundation. And there's one more thing that I want to add. Continue to be the salt of the earth. I always tell, I'm so glad that God has not sent a flood, or nor has he sent fire and brimstone like in the days of Sodom and Gomorrah. The reason is this: we, being the salt of the earth, play a preserving role, and that prevents God from bringing global destruction. But we need to play the importance of our preserving role. And we need to ask ourselves the question: who are we influencing?
who have we influenced for God? Let's continue to be the salt of the earth. Okay, Dr. Justin, I know that you are very busy. വളരെ തിരക്കുള്ള ഒരാളാണ് എന്നുള്ളത് എനിക്കറിയാം. എന്നാൽ ഈ തിരക്കിന്റെ മധ്യത്തില് പറഞ്ഞ പോലെ അപ്പോയിന്റ്മെന്റ് വിത്ത് ഗാഡ് എന്ന് പറഞ്ഞു. Is it possible? Yes, it is definitely possible. That's why I said that you choose a time when you want to have that appointment. You know for sure that there are some times in your daily schedules when you won't be interrupted. For many of us, most of the time it is mornings, say around about 6 or 7 in the morning before we get busy with our routine schedules. So if it's 6:30, every day keep it at 6:30. Keep that appointment with God and don't miss it for anything else. I would say even on the days of your exam, still don't miss that appointment. I know it's very stressful to do that on the day of an exam, but I've been able to do it, and that's why I thought I should share that experience of keeping that appointment even on my exam day. Okay, that's great. ഇന്ന് നമ്മോട് കൂടെ ദുബൈയിൽ നിന്ന് ഒരു സഹോദരൻ ജോയിൻ ചെയ്യുന്നുണ്ട്, റോജി ജോസ് മാത്യു. അദ്ദേഹം അവിടെ ഒരു കമ്പനിയിൽ അക്കൗണ്ടന്റ് ആയിട്ട് ജോലി ചെയ്യുന്ന ഒരു ബ്രദറാണ്. സുവിശേഷം ബാലസംഘത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ വളരെ സജീവമായിട്ട് കഴിഞ്ഞ നാളുകളിൽ നിന്നിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. റോജി, താങ്ക് യു ഫോർ ജോയിനിങ് വിത്ത് അസ്. ഞങ്ങളുമായിട്ട് ഇങ്ങനെ ഈ പ്രോഗ്രാമിൽ സംബന്ധിക്കുന്നതിൽ വളരെയധികം നന്ദിയുണ്ട്. പക്ഷെങ്കിൽ എനിക്ക് ഉള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഈ കോവിഡ് കാലം എന്ന് പറയുന്നത് ഇന്ന് ഞങ്ങൾ ഒത്തിരി അതുമായിട്ട് ഫെമിലിയർ ആയിട്ടുണ്ട്. ഇന്ന് എന്താ സംഭവിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് കുറെയൊക്കെ മനസ്സിലായിട്ടുണ്ട്. ഇന്ന് അതുമായിട്ട് ചേർന്ന് പോകുന്നവരാണ് ഞങ്ങൾ. എന്നാൽ ഇതിന്റെ ആരംഭത്തിൽ ഇതങ്ങോട്ട് തുടങ്ങിയ സമയത്ത് ആ കോവിഡ് രോഗം വരുവാനായിട്ട്, അല്ലെ COVID-19 പിടിച്ച് അതിന്റെ മധ്യത്തിലൂടെ കടന്നുപോയ ഒരു വ്യക്തിയാണ് റോജി. അങ്ങനെ പോയ ആ സന്ദർഭത്തില് അത് എങ്ങനെയാണ് ജീവിതത്തെ, കാരണം ഒരു പാറ്റേണിൽ പോവുകയായിരുന്നു, പെട്ടെന്നാണ് ഇതെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് ഈ കോവിഡിന്റെ ഒരു രോഗിയായിട്ട് തീർന്നത്. അതെങ്ങനെയാണ് ജീവിതത്തെ റീഡിസൈൻ ചെയ്യാനായിട്ട് ഇടയായിട്ട് തീർന്നത്, ഒന്ന് പറയാമോ? തീർച്ചയായും. പ്രൈസ് ദി ലോർഡ് എവരിബഡി. ഇപ്പം പറഞ്ഞ പോലെ തന്നെ എൻ്റെ പേര് റോജി എന്നാണ്. ഞാൻ ഇവിടെ ദുബൈയിലാണ്, അബുദാബിയിലാണ്. അപ്പം പറഞ്ഞതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ ഒരു പാറ്റേൺ ആയിട്ട് തന്നെയാണ് ലൈഫ് പൊയ്ക്കൊണ്ടിരുന്നത്. എന്നാൽ അതിന് ചില മാറ്റങ്ങളൊക്കെ ഉണ്ടായി. ഡെയിലി മുടങ്ങാതെ ബൈബിൾ വായിക്കുന്ന ഒരാളായിരുന്നു ഞാൻ. എന്നാൽ അത് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പറ്റി ഈ കോവിഡ് കാരണം. എനിക്ക് തീർച്ചയായും പറഞ്ഞ പോലെ തന്നെ ഒരു റീഡിസൈൻ ചെയ്യാൻ പറ്റി. ഞാൻ എൻ്റെ ബൈബിൾ വായനയ്ക്ക് തന്നെ ഒരു റീഡിസൈൻ ചെയ്യാൻ പറ്റി. എനിക്കൊരു പ്ലാനിങ് ഉണ്ടാക്കാൻ പറ്റി. നേരത്തെ ബൈബിൾ വായിക്കുമെങ്കിലും എന്നാൽ അതൊരു കലണ്ടർ പോലെ ഞാൻ ഉണ്ടാക്കി. അതിനുശേഷം അത് വെച്ച് സമയം കണ്ടുപിടിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് എല്ലാ ദിവസവും സമയം വെച്ച് നമ്മൾ ദൈവസന്നിധിയിൽ ഇരിക്കണം, അപ്പോയിന്റ്മെന്റ് എടുക്കണം എന്ന് പറഞ്ഞ പോലെ തന്നെ ഇതിനുശേഷം കോവിഡിന് ശേഷം എനിക്ക് ഡെയിലി അല്പസമയം വെച്ച് മാറ്റി വെക്കുവാൻ, അതിനൊരു സമയം കണ്ടുപിടിക്കുവാനും ഈ ഒരു കോവിഡ് സമയം എന്നെ കൂടുതലായിട്ട് സഹായിച്ചു. കുറെ നല്ല ദിവസങ്ങളിൽ നിന്ന് മാത്രമേ ഞാൻ പറയുകയുള്ളൂ. എല്ലാവരും പേടിച്ചിരുന്നെങ്കിൽ തന്നെയും നല്ലൊരു ദിവസങ്ങളിൽ നിന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. കാര്യം ദൈവസന്നിധിയിൽ കൂടുതൽ അടുക്കുവാനെ കൊണ്ട് സാധിച്ചു, അനേക കാര്യങ്ങൾ പഠിക്കുവാനെ കൊണ്ട് സാധിച്ചു, അനേക പുസ്തകങ്ങൾ വായിക്കാൻ സാധിച്ചു. ജോൺ ബെനിയന്റെ പിൽഗ്രിംസ് പ്രോഗ്രസ്, പരദക്ഷി മോക്ഷയാത്ര, അങ്ങനെ അനേക വലിയ വലിയ പുസ്തകങ്ങൾ തന്നെ എനിക്ക് ആ സമയത്ത് വായിക്കാൻ സാധിച്ചു. അതിനുശേഷം എനിക്ക് റീഡിസൈൻ ചെയ്തത് ദൈവസന്നിധിയിൽ ഇരിക്കേണ്ട ആവശ്യകത, അല്ലെങ്കിൽ ദൈവം നമ്മെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ആവശ്യകത എനിക്ക് ആ സമയങ്ങളിൽ മനസ്സിലാക്കാൻ സാധിച്ചു. ആ സമയങ്ങളിൽ ദൈവം ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു എന്നുള്ളത് ഞങ്ങൾക്കറിയാം. എന്നാൽ ഈ പഠിച്ച കാര്യങ്ങള് ഈ രോഗത്തിൽ നിന്നൊക്കെ മുക്തി നേടി ഇന്ന് വീണ്ടും ജോലിയിൽ പ്രവേശിച്ചു. ഇത് എങ്ങനെ വീണ്ടും ഒരു റീഡിസൈൻ വേണോ, അതോ നമ്മൾ ആ സമയത്ത് എടുത്ത ആ ഡിസൈനിൽ തന്നെ ഇപ്പോഴും മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നുണ്ടോ? എങ്ങനെയത് ഇപ്പോഴത് എങ്ങനെയാണ് ആപ്ലിക്കബിൾ ആകുന്നത്? ഞാനത് റീഡിസൈൻ തന്നെ ചെയ്തു. എനിക്ക് നേരത്തെ ഉണ്ടായിരുന്ന പല പ്ലാനുകളും ഡ്രോപ്പ് ചെയ്ത് എന്റെ വിഷനെ മുൻപോട്ട് നോക്കി തന്നെ എനിക്ക് മുൻപോട്ട് പോകാൻ സാധിക്കുന്നു. അതിന് പല പല മാറ്റങ്ങൾ, ഇവിടെ പറഞ്ഞ പോലെ തന്നെ പല പല മാറ്റങ്ങൾ എന്റെ ജീവിതത്തിൽ ഞാൻ മാറ്റേണ്ടതായ ആവശ്യമാണ്. എന്നാൽ ഞാൻ ഉറപ്പിച്ചുള്ള കർത്താവിന്റെ പ്ലാൻ ഒരുപക്ഷെ നമ്മുടെ പ്ലാൻ പോലെ ആയിരിക്കില്ല. നമ്മൾക്കൊരു പക്ഷെ പെയിൻഫുൾ ആയി തോന്നും എന്നെങ്കിൽ തന്നെയും ദൈവം നമ്മളെ പുതിയ പുതിയ പാഠങ്ങൾ പഠിപ്പിക്കുകയാണ്. അതിന് എന്തിനു വേണ്ടി എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ മിനിസ്റ്റർ ചെയ്യാൻ, ദൈവത്തിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി നാം മുൻപോട്ട് നിൽക്കുവാൻ. ഒരു കാര്യം മനസ്സിലായത്, ഇന്ന് അത് എങ്ങനെ പ്രയോജനപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ എന്നെ വിളിച്ചവൻ വിശ്വസ്തനാണ്. അതിനാൽ ഞാൻ എന്തെല്ലാം പ്രതികൂലങ്ങൾ വന്നാലും ദൈവത്തിന് വേണ്ടി നിൽക്കേണ്ടതായ ആവശ്യകതകൾ ഇന്ന് ഞാൻ അത് പ്രയോജനപ്പെടുത്തും.
ഓക്കെ, താങ്ക് യു റോജി. റോജി, ഈ ഇന്നത്തെ തലമുറയോട് അല്ലെങ്കിൽ റോജിയെ പോലുള്ളതായിരിക്കുന്ന ഈ യുവജനങ്ങളോട് പറയാനായിട്ട് എന്താണുള്ളത്? എങ്ങനെ നമ്മുടെ ലൈഫിനെ ഡിസൈൻ ചെയ്യാനായിട്ട് കഴിയുമെന്ന് ഏത് നിലയിലാണ് ഒരു മോട്ടിവേഷൻ കൊടുക്കാനായിട്ട് സാധിക്കുക? ഇന്ന് എനിക്ക് പറയാനുള്ളത് എന്റെ ടെസ്റ്റ് എന്ന് പറയുന്നത് എനിക്ക് ടെസ്റ്റിമണി ആയി തന്നെ തീരുവാൻ സാധിച്ചു. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും പ്രയാസങ്ങൾ വരുമ്പോൾ പ്രയാസത്തിലൂടെയാണ് നമുക്ക് അറിയാൻ പറ്റുന്നത് നമ്മൾ എത്രത്തോളം നമ്മൾ പഠിച്ച കാര്യങ്ങൾ എങ്ങനെ പ്രയോജനപ്പെടുത്താൻ പറ്റുന്നു, അല്ലെങ്കിൽ നമ്മുടെ ആ ടെസ്റ്റ് എങ്ങനെ ടെസ്റ്റിമണി ആക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഇന്ന് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ജീവിതത്തിൽ പല പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോൾ നമ്മളെ വിളിച്ചവൻ വിശ്വസ്തനാണ്. അതോർത്ത് എപ്പോഴും മുൻപോട്ട് പോവുക. നമ്മൾ നമ്മുടെ മുമ്പിലുള്ള ആ വിഷയനെ മറന്നു കളയാതെ, ദൈവത്തെ തള്ളിപ്പറയാതെ അതിനുവേണ്ടി മുൻപോട്ട് പോകുവാനാണ് എനിക്ക് ഇന്നുള്ള യുവജനങ്ങളോട് പറയുവാനുള്ളത്. താങ്ക് യു സോ മച്ച് സിബി. Thank you, Brother Roji, for that wonderful thoughts. ഇനി നമ്മളോട് ജോയിൻ ചെയ്യാൻ പോകുന്നത് ബ്രദർ ബെൻസൺ സ്റ്റീഫൻ ആണ്. അദ്ദേഹം ബാംഗ്ലൂരിലുള്ളതായ ഒരു IT സെക്ടറിലാണ് വർക്ക് ചെയ്യുന്നത്. അതുപോലെ കുടുംബമായിട്ട് പല മിനിസ്ട്രീസിലും ഇൻവോൾവ് ആണ്. അദ്ദേഹത്തിനുള്ളതായ ഒരു ചോദ്യമാണ് ഇപ്പോൾ ഞാൻ ചോദിക്കാൻ പോകുന്നത്. Today's generation, teens and youth give their first priority to their studies and tuitions, friends and their jobs. But as children of God, what should be our first priority in our life? നമ്മുടെ ജീവിതത്തിൽ അതായത് പലപ്പോഴും ടീൻസും യങ്സ്റ്റേഴ്സും അവരുടെ ഫസ്റ്റ് പ്രയോറിറ്റി ലോകപരമായിട്ടുള്ള പല കാര്യങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. എന്നാൽ ദൈവമക്കളായിട്ട് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഫസ്റ്റ് പ്രയോറിറ്റി ആർക്കാണ്? അതിനെക്കുറിച്ച് ചില ഇൻസ്ട്രക്ഷൻ, ക്യാൻ യു സേ ദാറ്റ്? കർത്താവിന് സ്തോത്രം. പ്രയോറിറ്റിയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ നോക്കേണ്ടത് കാൽവരി ക്രൂശിലേക്കാണ്. കാൽവരി ക്രൂശിലേക്ക് നമ്മൾ നോക്കിയാൽ നമുക്കവിടെ കാണുവാൻ കഴിയുന്നത് ദൈവമായിരിക്കുന്ന കർത്താവ് സ്വർലോക മഹിമകളും പിതാവിന്റെ മാർവിടവും ദൂതന്മാരുടെ ആരാധനയും ആ സുഖങ്ങളെല്ലാം വെടിഞ്ഞ് നീചരായ ദുഷ്ടരായ എനിക്കും നിങ്ങൾക്ക് വേണ്ടി ഈ ഭൂമിയിൽ ഇറങ്ങി വന്ന് ആ നീച മരണം അനുഭവിപ്പാൻ കർത്താവ് മനസ്സു വെച്ചുവെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവിതം മുഴുവനുമായിട്ടും ക്രിസ്തുവിന് വേണ്ടിയിട്ടും അവന്റെ രാജ്യത്തിന് വേണ്ടിയിട്ടും ഉള്ളതാണ്, നമുക്ക് വേണ്ടിയിട്ടുള്ളതല്ല. നമ്മുടെ ജോലി, നമ്മുടെ ട്യൂഷൻ, നമ്മുടെ കുടുംബം, നമ്മുടെ സ്വപ്നങ്ങൾ, ഇതിനു വേണ്ടിയിട്ടല്ല നമ്മുടെ ജീവിതം. നമ്മുടെ ജീവിതം കർത്താവിന്റെ ഉദ്ദേശം, കർത്താവിന്റെ സ്വപ്നങ്ങൾ, കർത്താവിന്റെ താല്പര്യങ്ങൾ, അതിനാണ് ഫസ്റ്റ് പ്രയോറിറ്റി. ബാക്കി എല്ലാ കാര്യങ്ങളും അതിന്റെ കീഴിൽ വരേണ്ടതാണെന്ന് നമ്മൾ കാൽവരി ക്രൂശിൽ നോക്കി അതിൽ നിന്ന് ഉത്തേജനം പ്രാപിക്കേണ്ടതാണ്. താങ്ക് യു ബ്രദർ ബെൻസൺ. അടുത്തതായിട്ട് youngsters often they say that we don't have time for the spiritual activities. We are so busy with our career and the job and other engagements we have. Brother Benson, since you involve a lot of spiritual activities along with your job, what would you say to these youngsters who say that I don't have time? നമ്മൾ എല്ലാവരും തിരക്കുള്ളവരാണ്. നമുക്ക് 24 മണിക്കൂർ സമയം ഉണ്ടെങ്കിലും 50 മണിക്കൂർ സമയം എടുക്കുന്ന ജോലിയും കാര്യങ്ങളും പ്രാരാബ്ദങ്ങളും ഒക്കെ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അതിൽ 6 മണിക്കൂറെങ്കിലും നമ്മൾ ഓരോ ദിവസം ഉറങ്ങേണ്ടത് ശരീരത്തിന് ആവശ്യമാണ്. അപ്പോൾ 18 മണിക്കൂർ സമയം നമുക്കുള്ളപ്പോൾ അതിൽ 50 മണിക്കൂറോളം പ്രാരാബ്ദങ്ങളും റെസ്പോൺസിബിലിറ്റി നമ്മൾ എങ്ങനെ ചെയ്യും? ഒരിക്കലും സാധിക്കുകയില്ല. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യണം. ഈ 50 മണിക്കൂറുള്ള കാര്യങ്ങളിൽ ഏറ്റവും പരമപ്രധാനമായ കാര്യം ഏതാണെന്ന് പ്രയോറിറ്റൈസ് ചെയ്ത് അതിൽ ലോവസ്റ്റ് പ്രയോറിറ്റി ഉള്ള കാര്യങ്ങളെ ജീവിതത്തിൽ നിന്ന് വേണ്ട എന്ന് പല കാര്യങ്ങളെയും ജീവിതത്തിൽ വേണ്ട എന്ന് നമ്മൾ മാറ്റി വെക്കേണ്ടി വരും. അങ്ങനെ ക്രിസ്തുവിന് നമ്മൾ ആദ്യത്തെ പ്രയോറിറ്റി കൊടുക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും നമ്മൾക്ക് സമയമില്ല എന്ന് പറയുവാൻ ഇടയാകുന്നത്. നമ്മുടെ പ്രയോറിറ്റി ശരിയാക്കിയാൽ നമ്മൾ കുറച്ചെങ്കിലും സമയം കർത്താവിന് വേണ്ടി കൊടുക്കുവാൻ തീർച്ചയായിട്ടും ഇടയായിത്തീരും. ഓക്കെ, താങ്ക് യു. ഇനി അടുത്തതായിട്ട് ചോദിക്കാൻ പോകുന്നത്, ടീൻസ് ആൻഡ് യൂത്ത് അവർ സ്കൂളിലും അവർ ജോലി സ്ഥലത്തുമായിരിക്കുന്നതായ സന്ദർഭങ്ങളിൽ അവർ ഒരു വിശ്വാസി അല്ലെങ്കിൽ ക്രിസ്ത്യാനി എന്ന് വെളിപ്പെടുത്തുന്നതായ ആ കാര്യത്തിൽ അവർക്ക് ഭയവും പേടിയും, they are ashamed of that sometimes. they don't reveal their true identity, who they are. ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഈ കാര്യത്തിൽ നമ്മൾ കാൽവരി ക്രൂശിലേക്കാണ് നോക്കേണ്ടത്. കർത്താവ് നമ്മളെ പ്രതിനിധീകരിച്ചുകൊണ്ട് പാപരഹിതനായ കർത്താവ്
പാപം നിറഞ്ഞവരായ നമ്മളെ പ്രതിനിധീകരിച്ചുകൊണ്ട് ആ ശാപമരണം അനുഭവിപ്പാൻ എന്റെ പ്രതിനിധിയായി കർത്താവിന് അവിടെ തന്റെ വിശുദ്ധമാം ശിരസ് കുനിച്ച് നിൽപ്പാൻ സഹിപ്പാൻ ഇടയായത് ഓർത്തുകൊണ്ട് കർത്താവിനോട് നമ്മൾ പ്രാർത്ഥിക്കണം. കർത്താവെ, അങ്ങയുടെ നാമം ഞാൻ പോകുന്നിടത്തെല്ലാം ധരിപ്പാൻ, അങ്ങയുടെ നാമം ഉയർത്തുവാൻ എനിക്കുള്ള ആ എരിവ് തരണം എന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ചാൽ കർത്താവ് നമ്മളെ സഹായിക്കും. നമ്മുടെ ജോലിയിലും നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിലും ഒക്കെയും നമ്മൾ ക്രിസ്ത്യാനിയാണ്, ഞാൻ ക്രിസ്ത്യാനിയാണ്, ക്രിസ്തുവിന്റെ ശിഷ്യനാണ്, കർത്താവിന്റെ കാര്യങ്ങളാണ് എനിക്ക് പരമപ്രധാനം, സഭാ ഗുരുവരുകളിൽ എനിക്ക് പോകണം എന്നുള്ള കാര്യങ്ങൾ ആരംഭത്തിൽ തന്നെ നമ്മൾ വെളിപ്പെടുത്തിയാൽ നമ്മൾക്ക് ആ സാഹചര്യത്തിലും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് സമയം ചെലവഴിപ്പാൻ അത് പ്രായോഗികമായി സഹായമാകും. Thank you, Brother Benson. And one more question. You know, many times there come situations in which today's generation, they compromise with the things that are not according to the spiritual standard. Concerning this, would you please give some practical instruction to these youngsters? നമ്മൾ ദാനിയേലിന്റെ ഉദാഹരണമാണ് നാം എടുക്കേണ്ടത്. ദാനിയേൽ എല്ലാ കാര്യങ്ങളോടും താൻ വേണ്ട എന്ന് വെച്ചില്ല. നമ്മൾ ഒരിക്കലും ലോകത്തിൽ നിന്ന് ഐസൊലേറ്റഡ് ആകരുത്, നമ്മൾ ഇൻസുലേറ്റഡ് ആണ് ആകേണ്ടത്. അതുകൊണ്ട് ദാനിയേൽ ചെയ്തതുപോലെ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തിൽ കോംപ്രമൈസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്, പറ്റാത്ത കാര്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ള വേർതിരിവ് വ്യക്തമായി നമ്മൾ അറിഞ്ഞിരിക്കണം. ദാനിയേൽ കൽദയരുടെ വിദ്യ പഠിക്കുവാൻ അവൻ കോംപ്രമൈസ് ചെയ്തു, അതിനൊന്നും തടസ്സം പറഞ്ഞില്ല. കൽദയരുടെ ഭാഷ പഠിക്കുവാൻ തടസ്സം പറഞ്ഞില്ല. 3 വർഷത്തെ പരിശീലനത്തിന് തടസ്സം പറഞ്ഞില്ല. രാജാവിനെയും ആ ബാബിലോൺ രാജ്യത്തെയും സേവിപ്പാൻ ദാനിയേൽ ഒരു തടസ്സവും പറഞ്ഞില്ല. എന്നാൽ തന്നെ അശുദ്ധമാക്കുന്ന കാര്യത്തിന് മാത്രമാണ് ദാനിയേൽ തടസ്സം പറഞ്ഞത്. അപ്പോൾ നമ്മൾ ജോലി ചെയ്യുന്ന മേഖലയിലും പഠിക്കുന്ന സ്ഥലത്തും കൂട്ടുകാരുടെ കൂടെ ഒരുപക്ഷെ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുവാൻ നമുക്ക് എന്താണ് തടസ്സം പറയാനുള്ളത്? അവരെ സഹായിപ്പാൻ, അവർക്ക് വേണ്ടി സമയം ചെലവഴിപ്പാൻ, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ആവോളം അവരോട് കൂടെ ചേരുകയും അതേസമയം അവരോടൊപ്പം നമുക്ക് ചേരുവാൻ കഴിയാത്ത കാര്യങ്ങളിൽ സ്ട്രിക്റ്റ് ആയിട്ട് നമ്മൾ നോ എന്ന് പറഞ്ഞാൽ അവരും നമ്മുടെ ആ ഡിസിഷനെ റെസ്പെക്ട് ചെയ്യുമെന്നുള്ളതാണ് അനുഭവത്തിൽ നിന്ന് പറയാനുള്ളത്. ആരംഭത്തിൽ തന്നെ നമ്മുടെ ഫ്രണ്ട്സിനോട് അത് പറഞ്ഞ് ക്ലിയർ ചെയ്താൽ അവരും മനസ്സിലാക്കും ഇന്ന കാര്യത്തിന് ഈ വ്യക്തി വരത്തില്ല എന്ന്, അവരും നമ്മുടെ ഡിസിഷനെ റെസ്പെക്ട് ചെയ്യും. താങ്ക് യു ബ്രദർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു ബ്രദർ ബെൻസൺ ഫോർ ഇൻസ്പയറിംഗ് വേർഡ്സ്. ഈ ഇന്ററാക്റ്റീവ് സെഷനിൽ ഇപ്പോൾ നമ്മളോട് ഇനി ഉള്ളത് ഒരു ഫാമിലിയാണ്. ആ ഫാമിലി ചുരുങ്ങിയ വാക്കുകളിൽ ഞാനത് പരിചയപ്പെടുത്തുകയാണ്. സുവിശേഷൻ ബാലസംഘത്തിലൂടെ തന്നെ വളർന്നു വന്ന മറ്റൊരു ഒരു ലേഡി, ഒരു സഹോദരിയാണ് സിസ്റ്റർ ജോയ്സ്. വാളകം സെന്ററിൽ വളരെ വർഷങ്ങൾ വാളകം സെന്ററിലൂടെ വളർന്നു വന്ന സിസ്റ്റർ ജോയ്സ് തന്റെ MSc പോസ്റ്റ് ഗ്രാജുവേഷന് ശേഷം ഇപ്പോൾ പഖാൻജോറിൽ, ഛത്തീസ്ഗഡിൽ ഉള്ള ഒരു പഖാൻജോർ എന്ന് പറയുന്ന ഒരു ആദിവാസി മേഖലയാണ്. അവിടെ കുടുംബമായി കർത്താവിനെ സേവിക്കുകയും ഒരു സ്കൂള് നടത്തുകയും അതിനോട് ചേർന്ന് സുവിശേഷ വേല ചെയ്യുന്ന ഒരു മിഷണറി കുടുംബമാണ്. ആ കുടുംബമാണ് ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത്. Let me ask you one question to this family, brother Charles and sister Joyce. നിങ്ങൾ കഴിഞ്ഞ ചില വർഷങ്ങളായിട്ട് പഖാൻജോറിൽ സുവിശേഷ വേലയിൽ ഏർപ്പെട്ട് നിൽക്കുന്ന മിഷണറി കുടുംബമാണ്. സിസ്റ്റർ ജോയ്സ് ആണെങ്കിൽ ചെറുപ്പം മുതൽ നന്നായി പഠിച്ച് MSc ഫിസിക്സ് PG നേടിയിട്ടുള്ള ആളാണ്. നിങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്ന സ്ഥലത്ത് ആദിവാസികളുടെയും ട്രൈബൽസിന്റെയും ഇടയിലാണ് ഇപ്പോൾ നിങ്ങൾ മിഷൻ വർക്ക് ചെയ്യുന്നത്. ഒരുപക്ഷെ നല്ല ജോലി അല്ലെങ്കിൽ ഉയർന്ന ജോലി സാധ്യത ഉണ്ടായിട്ടും ജോയ്സ് ഇങ്ങനെ ഒരു മിഷൻ ഫീൽഡ് തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണ്? ദൈവനാമത്തിൽപ്പെടുവാറാകട്ടെ. ഞാൻ എൻ്റെ ആത്മീയ ജീവിതത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ ഫാമിലി തന്നെയായിരുന്നു അതിൽ വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് റോൾ എൻ്റെ ജീവിതത്തിൽ നയിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ അതോടൊപ്പം തന്നെ വലിയൊരു ഇമ്പോർട്ടൻറ്റ് റോള് SBS-ഉം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലൊരു ഇൻസിഡന്റ് പറയുകയാണെങ്കിൽ കീഴത്ത് വെച്ച് നടന്ന ഒരു SBS ക്യാമ്പിൽ വെച്ച് ബിനുഷാമുലങ്ങളുടെ ഒരു സെഷന് ശേഷം ലാസ്റ്റത്തെ സാക്ഷ്യം പറയുന്ന ആ ഒരു ടൈമിൽ ഞാൻ അന്ന് സാക്ഷ്യം പറയേണ്ട എനിക്ക് കുട്ടികളുടെ ഇടയിൽ പ്രവർത്തിക്കണം എന്നുള്ള എൻ്റെ ആഗ്രഹം. അതിനുശേഷം പലപ്പോഴായിട്ട് YMF ക്യാമ്പുകളിലൂടെയും വിശ്വാണിയുടെയും ഒക്കെ പ്രോഗ്രാംസിലൂടെ നോർത്ത് ഇന്ത്യയെ കുറിച്ചുള്ള ഒരു ഐഡിയയും എനിക്ക് കിട്ടുകയുണ്ടായി. അപ്പൊ ഈ രണ്ട് ബേർഡനും എൻ്റെ ഉള്ളിൽ എൻ്റെ ഒരു സ്കൂൾ കോളേജ് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് എനിക്ക് അറിയത്തുണ്ടായിരുന്നില്ല എങ്ങനെ ആ ഒരു മേഖലയിലോട്ട് കടക്കാൻ പറ്റുമെന്നൊന്നും. എന്നാൽ ദൈവത്തിന്റെ സമയത്ത് ദൈവം എനിക്ക് വേണ്ടി ഒരുക്കിയ എൻ്റെ ജീവിത പങ്കാളിയിലൂടെ നോർത്ത് ഇന്ത്യയിൽ കുട്ടികളുടെ ഇടയിൽ പ്രവർത്തിക്കുവാനുള്ള ഒരു സാഹചര്യം ദൈവം എനിക്ക് ഒരുക്കി. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ മാനിക്കുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ ആ ഒരു കാര്യമായിരുന്നു എൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ ഇടയായിട്ടുണ്ടായിരുന്നത്. ഈ പറയുന്ന ക്യാമ്പുകളിലൂടെ എല്ലാം ആ ഒരു ബേർഡൻ എൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നു. ദൈവം ആ ആഗ്രഹത്തെ മാനിച്ചു.
അതിൽ ഞാൻ സന്തോഷിക്കുന്നത്. താങ്ക് യു സിസ്റ്റർ ജോയ്സ്. ജോയ്സ് പറഞ്ഞു ആഗ്രഹിക്കുന്ന ആത്മീക ആവശ്യങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന ഹൃദയങ്ങളെ ദൈവം അത് മാനിച്ച് ആ സ്ഥാനത്ത് ദൈവമാക്കും. അതിന്റെ നല്ലൊരു ഉദാഹരണമാണ് സിസ്റ്റർ ജോയ്സ്. ഞാൻ സിസ്റ്റർ ബ്രദർ ചാൾസിനോട് കൂടി ഒരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾ ഇങ്ങനെ ട്രൈബൽസിന്റെ ഇടയിൽ സുവിശേഷം അറിയിക്കുന്ന ദൗത്യം ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് നിങ്ങൾ ട്രൈബൽസിന്റെ ഇടയിലൊക്കെ ആണല്ലോ ഈ സുവിശേഷ വേല ചെയ്യുന്നത്, നിങ്ങളുടെ മിഷൻ വർക്ക് ചെയ്യുന്നത്. ഈ സന്ദർഭങ്ങളിൽ നിങ്ങൾ നേരിടുന്ന പ്രതിസന്ധികൾ, ഒത്തിരി പ്രതിസന്ധികൾ ഉണ്ടെന്നറിയാം. ചുരുങ്ങിയ വാക്കിൽ ചിലതെങ്കിലും ഇപ്പോ ഇത് ശ്രദ്ധിക്കുന്ന യുവജനങ്ങൾക്ക് പ്രചോദനമായിട്ട് അത് അങ്ങനെയുള്ള പ്രതിസന്ധികളെ കുറിച്ച് പറയാമോ ചുരുക്കമായ വാക്കുകളിൽ? വാസ്തവത്തിൽ ഇവിടുത്തെ പ്രധാനപ്പെട്ട കമ്മ്യൂണിറ്റീസ് എന്ന് പറയുന്നത് ബംഗാളി കമ്മ്യൂണിറ്റിയും ആദിവാസി കമ്മ്യൂണിറ്റിയുമാണ്. ആദിവാസി കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം അവര് കൂടുതലും സ്പിരിറ്റിസ്റ്റ് ആണ്, ഈ ആത്മാക്കളെയൊക്കെ വർഷിപ്പ് ചെയ്യുന്ന ആൾക്കാരാണ്. അവർക്ക് അവരുടേതായിട്ടുള്ള ദേവി ദേവന്മാരും ഒക്കെ ഉണ്ട്. എന്നാൽ അവരുടെ പ്രധാന പ്രശ്നം, അവരിൽ ആരെങ്കിലും രക്ഷിക്കപ്പെട്ട് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ആ ഗ്രാമത്തലവന്മാർ ചില തീരുമാനങ്ങൾ എടുക്കും. ഈ കൂട്ടർക്ക് പിന്നെ വെള്ളവും സംഭവങ്ങളൊന്നും കൊടുക്കത്തില്ല, കാരണം ഇവര് വേറൊരു ദൈവത്തെയാണ് ആരാധിക്കുന്നത്. സോ അങ്ങനെ ഒരു പ്രശ്നം വാസ്തവത്തിൽ അവിടെയുള്ള ഗ്രാമത്തിലുള്ള അല്ലെങ്കിൽ ആദിവാസി ഗ്രാമങ്ങളിലെ ആ പാവപ്പെട്ട വിശ്വാസികൾ ഇപ്പോഴും നേരിടുന്നുണ്ട്. ഈ ജസ്റ്റ് 2 ആഴ്ചകൾക്ക് മുമ്പ് തന്നെ അവര് ചില വധഭീഷണികളൊക്കെ മുഴക്കുകയുണ്ടായി. ഇനി നിങ്ങൾ ഈ യേശുവിനെ തള്ളിപ്പറഞ്ഞില്ലെങ്കിൽ നിങ്ങളെ കൊന്നുകളയുന്ന വരെ ഒരു ലെവലിൽ വരെ അവരെത്തുകയുണ്ടായി. പിന്നെ ദൈവത്തിന്റെ കൃപയാൽ പോലീസുകാരൊക്കെ വളരെ അനുകൂലമായിട്ട് നമ്മുടെ കൂടെ നിന്നത് കൊണ്ട് മാത്രം അത് ഒരു തരത്തിൽ സെറ്റിൽ ആയിട്ടുണ്ടെങ്കിലും ഞാൻ മനസ്സിലാക്കുന്നത് ആ പ്രതിസന്ധികളിലൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ ആ വിശ്വാസികള് അവരിൽ തന്നെ ആത്മീകമായിട്ട് ബലപ്പെടുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ ബംഗാളി കമ്മ്യൂണിറ്റീസിനെ എടുക്കുവാണെങ്കിൽ അവരുടെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശു ക്രിസ്തുവിനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവര് ആ മറ്റ് ദേവന്മാരെ പോലെ തന്നെ ഇതും ഒരു ദൈവമാണ്. അവര് ആ ദൈവത്തെ റിജക്ട് ചെയ്യത്തില്ല, യേശുവിനെ റിജക്ട് ചെയ്യത്തില്ല, പക്ഷെ അവരും ഈ മറ്റ് ദേവന്മാരെ പോലെ തന്നെ ഇതും ഒരു ദൈവമാണെന്ന് പറഞ്ഞ് അംഗീകരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ഉള്ളത്. സോ ബംഗാളി കമ്മ്യൂണിറ്റി ഇസ് എ വെരി ഹാർഡ് ഹാർട്ടഡ് കമ്മ്യൂണിറ്റി. അവരുടെ ഹൃദയത്തിലോട്ട് സുവിശേഷം എത്തിച്ചെല്ലുക എന്ന് പറയുന്നത് വളരെ പ്രയാസജനകമായിട്ടുള്ള ഒരു കാര്യമാണ്. സോ ഈ 2 കമ്മ്യൂണിറ്റീസിനെ ഓർത്താണ് നിങ്ങളും തുടർന്ന് പ്രാർത്ഥിക്കേണ്ടത്. കാരണം ഇവരെ ഞങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു 2 കമ്മ്യൂണിറ്റീസ് ആണ്. ഒന്ന് ആദിവാസി കമ്മ്യൂണിറ്റീസ് ആൻഡ് ബംഗാളി കമ്മ്യൂണിറ്റി. സോ ഈ 2 പ്രതികൂല സാഹചര്യങ്ങളാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ ഉള്ളത്. എന്നാൽ കഴിഞ്ഞ വർഷങ്ങളിൽ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. കാരണം ഒരുപക്ഷെ ഞങ്ങളുടെ കൈവിട്ടു പോയിരുന്ന സാഹചര്യങ്ങളിൽ പോലും അവസാന നിമിഷം ദൈവം നമ്മളെ സഹായിച്ചിട്ടുണ്ട്. ആ പ്രതികൂല സാഹചര്യങ്ങളൊക്കെയും തരണം ചെയ്യാനുള്ള വലിയ കൃപ ദൈവം തന്നിട്ടുണ്ട്. അൾട്ടിമേറ്റ്ലി ഇത് ദൈവത്തിന്റെ വേലയാണ്. അത് ദൈവം തന്നെ അത് ചെയ്യുന്നു. അത് തുടർന്നും ദൈവം തന്നെ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഓക്കെ, ദൈവം നിങ്ങൾക്ക് തന്ന ഭാരം അത് ദൈവം മാനിച്ചു, നിങ്ങളെ ഒരു പ്രത്യേക സ്ഥാനത്താക്കി. പ്രതിസന്ധികളുടെ നടുവിലും കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ നിങ്ങളെ കുടുംബമായിട്ട് കർത്താവ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു ചോദ്യം കൂടെ ജോയ്സിനോട് ഞാൻ ചോദിക്കുകയാണ്. ജോയ്സ്, ഇങ്ങനെ ഒരു വളരെ പ്രതിസന്ധി നിറഞ്ഞ ഒരു മിഷൻ ഫീൽഡിലായിരുന്നപ്പോ ഒരിക്കലെങ്കിലും ചിലപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എടുത്ത തീരുമാനം തെറ്റായിരുന്നു, അല്ലെങ്കിൽ ഇത്രയും പ്രതിസന്ധികൾ നേരിടുന്ന ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇത് വേണമെങ്കിൽ ഇത് ഒഴിവാക്കാമായിരുന്നു, അല്ലെങ്കിൽ ഈ തീരുമാനം തെറ്റായിരുന്നു എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. ഓക്കെ, ഇപ്പോൾ ഇത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന 100 കണക്കിന് യുവജനങ്ങളുണ്ട്. അവർക്ക് ഇത് നിങ്ങളുടെ ലൈഫും നിങ്ങളുടെ മിഷൻ ഫീൽഡും ഒരു ചലഞ്ചാണ്. നിങ്ങൾ ഈ പ്രതിസന്ധികളെ അതിജീവിച്ച് മുമ്പോട്ട് പോകുന്നത് റിയലി ഇറ്റ് ഇസ് എ ചലഞ്ച്. അവസാനമായിട്ട് ചുരുങ്ങിയ വാക്കുകളിൽ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന യുവജനങ്ങളോട് ചുരുങ്ങിയ വാക്കുകളിൽ അവരോട് പറയാനുള്ളത്, അവരോട് ഒരു സന്ദേശമായി നിങ്ങൾക്ക് പറയാനുള്ളത് ചുരുങ്ങിയ വാക്കുകളിൽ പറയാമോ? എനിക്ക് പറയാനുള്ളത് ഇതാണ്. ഇപ്പം അൾട്ടിമേറ്റ്ലി ദൈവം നമ്മളെ കുറിച്ച് ഓരോരുത്തരെ കുറിച്ചും ആഗ്രഹിക്കുന്നത്, ദൈവത്തിന്റെ കാഴ്ചപ്പാടിൽ ഏറ്റവും വലിയ മിഷൻ ഫീൽഡ് എന്ന് പറയുന്നത് നമ്മളുടെ ഓരോരുത്തരുടെ ഹൃദയമാണ്. ആ ഹൃദയത്തിൽ നമ്മുടെ ഓരോരുത്തരുടെ ഹൃദയത്തിൽ ആ സാങ്ക്ടിഫിക്കേഷൻ നടക്കണം എന്നുള്ളതാണ് അൾട്ടിമേറ്റ്ലി ദൈവം നമ്മളെ കുറിച്ച് ഓരോരുത്തരെ കുറിച്ചും ആഗ്രഹിക്കുന്നത്. അപ്പൊ എന്നെ കേൾക്കുന്ന എന്റെ കുഞ്ഞനുജന്മാരോടും അനുജത്തിമാരോടുമായിട്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഏത് കോഴ്സ് തിരഞ്ഞെടുത്താലും, നിങ്ങളുടെ പഠനത്തോടുള്ള ബന്ധത്തിൽ നിങ്ങൾ ഏത് കോഴ്സ് തിരഞ്ഞെടുത്താലും, നിങ്ങളുടെ ജോലിയോടുള്ള ബന്ധത്തിൽ നിങ്ങൾ ഏത് ഫീൽഡിലോട്ട് നിങ്ങൾ തിരിഞ്ഞാലും, അവിടെ എല്ലാം ദൈവത്തിന് വേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്റെ ജീവിതത്തിൽ ദൈവത്തോട് കൂടുതൽ അടുക്കുവാൻ എന്ത് ചെയ്യുവാൻ സാധിക്കും, ആ ഒരു പ്രാർത്ഥനയോട് കൂടെ വേണം നമ്മളുടെ ഓരോ കോഴ്സ് തിരഞ്ഞെടുക്കുവാനും നമ്മളുടെ ഓരോ ജോലിയും തിരഞ്ഞെടുക്കുവാൻ. പിന്നെ പ്രതിസന്ധികൾ തീർച്ചയായും വരും. അത് ദൈവവചനത്തിൽ പോലും പറഞ്ഞിട്ടുണ്ട്, ഈ ലോകത്തിൽ നമുക്ക് കഷ്ടമുണ്ട്. എന്നാൽ അതെല്ലാം ഈ പ്രതിസന്ധികൾ വന്ന സമയങ്ങളിലെല്ലാം അത് കൂടുതൽ ദൈവത്തോട് അടുക്കുന്നതിന് ഞങ്ങളെ സഹായിച്ചിട്ട് മാത്രമേ ഉള്ളൂ. കൂടുതൽ ദൈവത്തോട് പ്രാർത്ഥനയിൽ സമയം ചെലവഴിക്കുന്നതിന് വേണ്ടി ദൈവവചനത്തോട് കൂടുതൽ അടുക്കുവാൻ ആ ഓരോ സാഹചര്യങ്ങളും ഞങ്ങളെ കൂടുതൽ റിഫൈൻ ചെയ്യുവാനാണ് ഇടയായിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് കേൾക്കുന്ന എല്ലാ ചെറുപ്പക്കാരും നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാനുകളിൽ അവിടെയെല്ലാം പ്രയോറിറ്റി ദൈവ രാജ്യത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി
നിങ്ങളുടെ ജീവിതത്തിലെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ ശുദ്ധീകരണത്തിന് വേണ്ടി ആയിത്തീരുവാൻ ഇടയാകട്ടെ. താങ്ക് യു ബ്രദർ ചാൾസ് ആൻഡ് സിസ്റ്റർ ജോയ്സ്. വളരെ ചലഞ്ചിങ് ആയിരിക്കുന്ന അനുഭവമാണ്, അതുപോലെ മെസ്സേജാണ് നിങ്ങൾക്ക് പറയാനായിട്ട് കഴിഞ്ഞത്. ഈ പ്രിയപ്പെട്ടവർ, ഈ പ്രിയ മിഷണറി കുടുംബത്തെ ഓർത്ത് നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കണം. കാരണം വളരെ പ്രതിസന്ധികളോട് കർത്താവിന് വേണ്ടി നിലനിൽക്കുവാനായിട്ട് വരുന്ന ആളുകൾ അനേക ആത്മീയ ഫലങ്ങളെ കണ്ട് സന്തോഷിക്കുവാനായിട്ട് ഇടയായിട്ട് തീരട്ടെ. ഈ കുടുംബത്തെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. താങ്ക് യു ബ്രദർ ചാൾസ് ആൻഡ് സിസ്റ്റർ ജോയ്സ് ഫോർ ജോയിനിങ് വിത്ത് us. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. വളരെ ഇൻസ്പയറിംഗ് ആയിരിക്കുന്ന ചിന്തകളാണ് നമുക്ക് ഇന്നത്തെ നമ്മുടെ ഗസ്റ്റുകളിൽ നിന്ന് കിട്ടുവാനായിട്ട് ഇടയായിട്ട് തരുന്നത്. പ്രിയ സഹോദരന്മാരെയും പ്രിയ സഹോദരിയെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവരുടെ ജീവിതത്തില്, അവരുടെ ജോലിയുള്ള ബന്ധത്തിലും കർത്താവിനെ സേവിക്കുവാൻ, കർത്താവിന് വേണ്ടി നിൽക്കുവാൻ പ്രതികൂലങ്ങൾ ഒരു പ്രശ്നമേ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിനു വേണ്ടി അവരുടെ സമയം ചെലവഴിക്കുവാനും മാറ്റിവെക്കുവാനും ഒക്കെ അവർക്കിടയാകുന്നുണ്ട്. അവരൊക്കെ മിഷൻ ഒരു ഫോക്കസ് ആയിട്ട് തന്നെ തെരഞ്ഞെടുക്കുവാൻ ദൈവം അവർക്ക് കൃപ നൽകി. അതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. തീർച്ചയായിട്ടും ഇന്ന് അവർ പറഞ്ഞതായിരിക്കുന്ന വിലയേറിയ വാക്കുകൾ ഓരോരുത്തർക്കും ഒരു പ്രചോദനമാണ്, ഒരു വെല്ലുവിളിയാണ്. അത് ഏറ്റെടുക്കുവാനായിട്ട് അനേക യുവതി യുവാക്കന്മാർ തയ്യാറായിട്ട് തീരും എന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. ദൈവം അതിനായിട്ട് നമ്മെ സഹായിക്കട്ടെ. ഇനി നമുക്ക് മനോഹരമായ ഒരു ഗാനം കേൾക്കാനുള്ള അവസരമാണ്. ഇന്ന് ഈ ഗാനവുമായിട്ട് നമ്മളോടൊത്ത് ചേരുന്നത് ഓസ്ട്രേലിയയിൽ നിന്നാണ് സഹോദരന്മാരായിരിക്കുന്ന ജോഷിയും ഓൾറൈറ്റും. അവരുടെ പഠനത്തോടുള്ള ബന്ധത്തിൽ കർത്താവിന് വേണ്ടി വളരെയധികം പ്രയോജനപ്പെടുന്ന പ്രിയ സഹോദരന്മാരാണ്. അവര് സുവിശേഷം ബാലസംഘത്തിന്റെ പ്രവർത്തനങ്ങളിലും വളരെ സജീവമാണ്. അവരുടെ പ്രവർത്തനങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം അവർക്ക് കൊടുത്തിരിക്കുന്ന കഴിവുകൾ കർത്താവിന്റെ മഹത്വത്തിനു വേണ്ടി അവർ ഉപയോഗിക്കുന്നു എന്നുള്ളത് എത്രയോ പ്രശംസനീയമായ കാര്യമാണ്. സോ ലെറ്റ് us ലിസൺ. അവരുടെ ആ ഗാനം നമുക്ക് ശ്രദ്ധിക്കാം. ജോഷുവ ആൻഡ് ഓൾബ്രൈറ്റ്. Washing and waiting.
my story. This is my song. Praising my Savior all the day long. This is my story. This is my song. Praising my Savior all the day long. Praising my Savior all the day long. Praising my Savior all the day long. Thank you, Brother Joshua and the team. Wonderful song, and we are blessed to be by your song. May God bless in your studies and whatever the engagements that you are into the ministry field, and God might bless every one of you. നമ്മുടെ ഇന്ററാക്റ്റീവ് സെഷനിൽ ഡിസ്കസ് ചെയ്തതിന്റെ ആ വിഷയത്തിന്റെ അടിസ്ഥാനത്തിൽ ഇനി നമ്മൾ കേൾക്കുവാൻ പോകുന്നതായ വിഷയം പലതരത്തിലുള്ളതായ മാറ്റങ്ങളും പ്രതിസന്ധികളും സംഭവിക്കുന്നതായ ഈ കാലയളവിൽ കൗമാരപ്രായക്കാരിലും യുവജനങ്ങളിലും ഉള്ള ആത്മീയ കാഴ്ചപ്പാടുകൾക്കും ദൗത്യങ്ങൾക്കും അത് എങ്ങനെ ആയിരിക്കണമെന്നും പിന്നെ ആ ആത്മീയ കാഴ്ചപ്പാടുകൾക്കും ദൗത്യങ്ങൾക്കും കൂടുതൽ ദിശാബോധ്യവും പിന്നെ ദൃഢതയും ഉറപ്പും വരുത്തേണ്ടതായ ആവശ്യകത ഇതിനെയെല്ലാം കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. ഈ വിഷയം ഇന്ന് കൈകാര്യം ചെയ്യുവാനായിട്ട് പോകുന്നത് ബ്രദർ ജിബി പള്ളിപ്പാടാണ്. അദ്ദേഹം ദൈവ വിളിന് അനുസരിച്ച് ദൈവവേലയ്ക്കായിട്ട് വേർതിരിഞ്ഞ് കുടുംബമായി അവർ അതായത് തിയോളജിക്കൽ പഠനം കഴിഞ്ഞ് യുവജനങ്ങളുടെ നടുവിൽ അവർ പ്രവർത്തിക്കുന്നവരാണ്. പലതരത്തിലുള്ളതായ മിനിസ്ട്രീസ് അവർ ചെയ്യുന്നുണ്ട്. അദ്ദേഹമാണ് ഇന്ന് നമ്മുടെ ഇടയിൽ നമ്മോട് സംസാരിക്കുവാനായിട്ട് പോകുന്നത്. സോ ബ്രദർ ജിബി പള്ളിപ്പാട്, ഹീസ് ദ റൈറ്റ് പേഴ്സൺ ടു ഹാൻഡിൽ ദ ടോപ്പിക് ദാറ്റ് വി ആർ ഗോയിങ് ടു ലിസൺ ടുഡേ അബൌട്ട് ദ വിഷൻ ആൻഡ് ദ മിഷൻ, ഹൗ ടു റീഡിഫൈൻ in the changing and unfavorable situations that we are going through. So I invite Brother Jibi Pallipad to take up this session ahead. Thank you. Thank you, Sibi. Vision, mission, redefined. എല്ലാവരും ചിന്തിക്കും എന്താ ഇതിന്റെ അർത്ഥമെന്ന്. നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ പൊളിച്ചെടുക്കണം. IPL സീസൺ ആണിപ്പോ. നമ്മുടെ ഇഷ്ടതാരങ്ങളായ MS ധോനി, രോഹിത് ശർമ്മ, പിന്നെ നമ്മുടെ പയ്യൻ സഞ്ജു സാംസൺ, അവരൊക്കെ പൊളിച്ചെടുക്കുക എന്ന് പറയും. അവരുടെ ബാറ്റിംഗ് പെർഫോമൻസ് ഒക്കെ കണ്ടു കഴിയുമ്പോൾ നമ്മൾ പറയും എന്നാ കീറിയത്. അപ്പൊ അവര് ക്രിക്കറ്റില് അവരുടെ ഫീൽഡില് അവര് നിറഞ്ഞു നിൽക്കുക. ഫുട്ബോൾ നോക്കിയാലും നമ്മൾക്ക് ഇഷ്ടമുള്ള ഓരോ ഗെയിമുകളും എടുത്തു നോക്കിയാൽ നിറഞ്ഞു നിൽക്കുന്ന പൊളിച്ചെടുക്കുന്ന താരങ്ങളെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്, അല്ലെ? സോ നമ്മളുടെ ജീവിതത്തിലും നമ്മൾ പൊളിച്ചെടുക്കണം. നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ പൊളിച്ചെടുക്കണം. അതാണ് കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഓക്കെ, ദൈവം നമ്മളെ എല്ലാവരെയും ഈ ഭൂമിയിലാക്കിയിരിക്കുന്നത് ഒരു പർപ്പസ് ഉണ്ട്. ഓക്കെ, ആ പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും ഈ ഭൂമിയിൽ ജീവിക്കേണ്ടത്. സോ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് വിഷൻ, മിഷൻ, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളാണ്. പക്ഷെ നമുക്ക് കുറച്ച് സമയം ഉള്ളതുകൊണ്ട് 3 പോയിന്റ്സ് മാത്രമേ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുള്ളൂ. ഓക്കെ, വിഷൻ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് അതിനകത്ത് ചിന്തിക്കാൻ സാധിക്കുന്ന ഒരു കാര്യം, വൈ ആം ഐ ഹിയർ ഓർ വൈ ആർ യു ഹിയർ? നിങ്ങൾ എന്തിനാ ഈ ഭൂമിയിലായിരിക്കുന്നത്? ഞാൻ എന്തിനാ ഇവിടെ ആയിരിക്കുന്നത്? റീസൺ ഓഫ് എക്സിസ്റ്റിംഗ്. ഞാൻ എന്ന വ്യക്തി, നിങ്ങൾ ഓരോരുത്തരും ഈ ഭൂമിയിലായിരിക്കുന്ന എന്തിനാ? നമ്മൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചോദിക്കും എന്തിനാണാവോ ജീവിക്കുന്നത് എന്ന് ചോദിക്കാറുണ്ട്. നമ്മൾ രാവിലെ എഴുന്നേറ്റ് നമ്മുടെ കണ്ണാടിയിൽ ഒന്ന് നോക്കിയിട്ട് ചോദിക്കണം, ബ്രോ എന്താ ലക്ഷ്യം, ഇന്ന് എന്താ പരിപാടി, എന്തിനാ ജീവിക്കുന്നത് എന്ന് നമ്മൾ ഒന്ന് ചോദിച്ചാൽ വളരെ നന്നായിരിക്കും. സോ ഒന്നാമത് വിഷൻ എന്ന് പറയുമ്പോൾ നമ്മളുടെ ജീവിത ലക്ഷ്യം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം.
ഓക്കെ, ഞാൻ റീഡിഫൈൻ എന്നുള്ള കോൺസെപ്റ്റിലേക്ക് വരുന്നതിന് മുമ്പ് ഈ വിഷൻ എന്താണെന്ന് ഡിഫൈൻ ചെയ്യാൻ ആഗ്രഹിക്കുക. കാരണം ഒത്തിരി ചെറുപ്പക്കാര് വിഷൻ ഇല്ലാതെ ജീവിക്കുക. അതുകൊണ്ട് അതിന്റെ ഒരു ഡെഫിനിഷൻ കൊടുക്കാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്കെല്ലാം കാഴ്ച ഉണ്ട്, പക്ഷെ കാഴ്ചപ്പാടില്ല. അതാ പ്രശ്നം. ബൈബിള് പറയുന്ന കാഴ്ചപ്പാടാണ്. വിഷൻ എന്ന് പറയുന്നത് കാഴ്ചപ്പാടാണ്, ദർശനം. നമ്മളൊരു പാട്ടിൽ കേട്ടിട്ടുണ്ടല്ലോ, ദർശനമുള്ളവർ എഴുന്നേൽപ്പിൻ. അപ്പം നമ്മൾക്ക്, നമ്മുടെ സമൂഹത്തിന് ദർശനമുള്ള ചെറുപ്പക്കാരെ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് SBS ഇന്ന് ഇവിടെ ഇങ്ങനെ ഒരു മീറ്റിംഗ് ക്രമീകരിച്ചിരിക്കുന്നത്. ദർശനമുള്ളവർ എഴുന്നേക്കണം. അപ്പം ദർശനമുള്ളവർ എഴുന്നേക്കണമെങ്കിൽ ആദ്യമായിട്ട് നമ്മളുടെ പർപ്പസ് എന്താണെന്ന് മനസ്സിലാക്കണം. നോ യുവർ പർപ്പസ്. നമ്മളുടെ പർപ്പസ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ദൈവവചനം പഠിക്കുവാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. യു ആർ ക്രിയേറ്റഡ് ബൈ ഗോഡ് ഫോർ ഹിസ് പർപ്പസ്. യു ആർ ചോസൺ ബൈ ഗോഡ് ഫോർ ഹിസ് പർപ്പസ് ആൻഡ് യു ആർ കോൾഡ് by God for his purpose. ദൈവം നിങ്ങളെ സൃഷ്ടിക്കുകയും ദൈവം നിങ്ങളെ തിരഞ്ഞെടുക്കുകയും ദൈവം നിങ്ങളെ വിളിക്കുകയും ചെയ്തിരിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയുമോ? ദൈവത്തിന് നിങ്ങളെ കുറിച്ചൊരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം നിർവഹിക്കാൻ വേണ്ടിയിട്ടാണ്, ആ ലക്ഷ്യം നിർവഹിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾക്ക് ഒരു പക്ഷേ ഒരുപാട് ചിന്തകളൊക്കെ നമ്മുടെ മനസ്സിൽ കാണും, പക്ഷെ എന്നെ കുറിച്ച് യുണീക്ക് ആയിട്ടൊരു പർപ്പസ് ദൈവത്തിനുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. നിങ്ങളെ ഓരോരുത്തരെയും കുറിച്ച് യുണീക്ക് ആയിട്ട് ദൈവത്തിന് ഒരു പർപ്പസ് ഉണ്ട്. ബിക്കോസ് യു ആർ ക്രിയേറ്റഡ് ഫോർ ദാറ്റ് പർപ്പസ് ആൻഡ് യു ആർ ചോസൺ ഫോർ ദാറ്റ് പർപ്പസ് ആൻഡ് യു ആർ കോൾഡ് ഫോർ ദാറ്റ് പർപ്പസ്. ആ ലക്ഷ്യം, ആ ദൗത്യം, അതിലേക്കാണ് ഞാൻ വരുന്നത്. ദൈവം നമ്മളെ എന്തിന് സൃഷ്ടിച്ചു, എന്തിന് തെരഞ്ഞെടുത്തു, എന്തിന് വിളിച്ചിരിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തിന് എന്റെ ജീവിതത്തിലുള്ള പർപ്പസ് എന്താണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടിരിക്കും. പലപ്പോഴും വി ആർ യൂസിങ് ഗോഡ് ഫോർ അവർ പർപ്പസ്. എന്റെ ലക്ഷ്യങ്ങൾ സാധിക്കേണ്ടതിന് വേണ്ടി, എന്റെ കാഴ്ചകൾ ഒക്കെ സാക്ഷാത്കരിച്ചെടുക്കേണ്ടതിന് വേണ്ടിയിട്ട് ഞാൻ ദൈവത്തെ യൂസ് ചെയ്യുക. പലപ്പോഴും നാം ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന അതിന് വേണ്ടിയിട്ടാ. പക്ഷെ ലെറ്റ് ഗോഡ് യൂസ് അസ് ഫോർ ഹിസ് പർപ്പസ്. നമ്മളെ എല്ലാവരെയും ദൈവത്തിന്റെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മളെ തന്നെ ദൈവകാര്യങ്ങളിൽ സമർപ്പിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ കോവിഡ് കാലഘട്ടത്തിലും ഏത് സാഹചര്യത്തിലാണെങ്കിലും അറ്റ് എനി കോസ്റ്റ് നമ്മളിൽ കൂടെ ദൈവത്തിന്റെ ലക്ഷ്യം നിറവേറുകയും നമ്മൾ സക്സസ് ആകുകയും ഫ്രൂട്ട്ഫുൾ ആകുകയും ചെയ്യാനായിട്ട് ഇടയായി തീരും. നിങ്ങളെ ഓരോരുത്തരെയും കുറിച്ച് ദൈവം അത് ആഗ്രഹിക്കുന്നത്. സോ know your purpose. Know your purpose. Don't use God for our purpose, but let God use us for his purpose. അതിനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. എക്സ്പ്ലെയിൻ ചെയ്യാൻ സമയമില്ലല്ലോ, ഞാൻ മുന്നോട്ട് പോവാണ്. Okay, so created, chosen, called for his purpose. Know your purpose. Why are you here? നെക്സ്റ്റ്, മിഷൻ. നമ്മുടെ ദൗത്യം എന്താ? ദർശനം ക്ലിയർ ആയി കഴിയുമ്പോ നമ്മുടെ ദൗത്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാകും. അല്ലെങ്കിൽ നമ്മുടെ ദർശനത്തിലേക്ക്, നമ്മൾ കണ്ട കാര്യത്തിലേക്ക്, നമ്മുടെ കാഴ്ചപ്പാടിലേക്ക് നമ്മളെ എത്തിക്കുന്നതാണ് മിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, വാട്ട് ആർ യു ഡൂയിങ് ഹിയർ? വാട്ട് ആം ഐ ഡൂയിങ് ഹിയർ? വാട്ട് ഈസ് യുവർ ബിസിനസ്? നിങ്ങളുടെ ബിസിനസ് എന്താ? നിങ്ങൾ എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമ്മൾ ക്ലാസ്സിലൊക്കെ ഇരിക്കുമ്പോ, ടീച്ചർ പഠിപ്പിക്കുമ്പോ നമ്മൾ പുറകിൽ ബാക്ക് ബെഞ്ചേഴ്സ് ഒക്കെ പ്രത്യേകിച്ച് കുരുത്തക്കേടൊക്കെ കാണിച്ചുകൊണ്ടിരിക്കും. ടീച്ചേഴ്സ് ചോദിക്കും, എന്ത് ബിസിനസ്സാണ് നിങ്ങൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചോദിക്കും. ബിക്കോസ് ആ ബിസിനസ് അല്ല നിങ്ങൾ അവിടെ ഇരുന്ന് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ അവിടെ ഇരിക്കുന്നത് പഠിക്കാനും പഠിപ്പിക്കുന്നത് കേൾക്കാനുമായിട്ടാ. സോ ദാറ്റ്സ് നോട്ട് യുവർ ബിസിനസ്. അത് നമ്മൾ മനസ്സിലാക്കണം. വി ആർ ഹിയർ ഫോർ സം ബിസിനസ്, അല്ലെങ്കിൽ സം യുണീക് ബിസിനസ്. ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ചില ദൗത്യങ്ങൾ ചെയ്തു തീർക്കാനാണ് ദൈവം നമ്മളെ ഇവിടെ ആക്കിയിരിക്കുന്നത്. സോ പർപ്പസ് അല്ലെങ്കിൽ വിഷൻ മനസ്സിലാക്കി കഴിയുമ്പോൾ മിഷനിലേക്ക് സ്റ്റെപ്പ് വെക്കണം. ഫോർ ദാറ്റ് മേക്ക് യുവർ പ്ലാൻസ്. പ്ലാൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഇപ്പൊ ഒരു ഭയങ്കര പ്ലാൻ ചെയ്തിട്ടൊന്നും വലിയ കാര്യമില്ല. ഓഫ്കോഴ്സ് യെശയ്യാ പ്രവാചനത്തിൽ തന്നെ പറയുന്നുണ്ട്, നിങ്ങളുടെ പ്ലാൻ അല്ല എന്റെ പ്ലാൻ, നിങ്ങളുടെ ചിന്തകളല്ല എന്റെ ചിന്തകൾ എന്ന് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. പക്ഷേ ദൈവം നമുക്ക് തന്നിരിക്കുന്ന വിഷൻ ആൻഡ് മിഷൻ അക്കംപ്ലിഷ് ചെയ്യാൻ, ഇംപ്ലിമെന്റ് ചെയ്യാൻ നമ്മൾക്ക് സ്ട്രാറ്റജീസ് ഉണ്ടാക്കണം. അത് കാലഘട്ടത്തിനനുസരിച്ച് മാറ്റിക്കൊണ്ടിരിക്കണം. ഫോർ എക്സാമ്പിൾ, കോവിഡ് വന്നു. കോവിഡ് സമയത്ത് ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന മിഷൻ നമ്മൾ നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന പോലെ ചെയ്യാൻ പറ്റത്തില്ല. അത് കംപ്ലീറ്റ്ലി മാറ്റണം. അതാ പറഞ്ഞ പൊളിച്ചെടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് നല്ല കീറാൻ പറ്റത്തുള്ളൂ. നമ്മളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് പറ്റത്തുള്ളൂ. സോ മേക്ക് യുവർ പ്ലാൻസ്. അതിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, എക്സ്പ്ലെയിൻ ചെയ്യത്തില്ല, പ്രിപ്പയർ പ്ലാൻ ദാറ്റ് വർക്ക്സ് ആൻഡ് പുട്ട് പ്ലാൻ ടു വർക്ക് ആൻഡ് പ്രാക്ടീസ് ഡീപ് വർക്ക്. അതായത്
കാലഘട്ടങ്ങൾ മാറുന്നതിനനുസരിച്ച് നമ്മുടെ സ്ട്രാറ്റജീസ്, പ്ലാനുകൾ മാറ്റണം. എന്തിനു വേണ്ടി? നമ്മുടെ മിഷൻ സക്സസ്ഫുൾ ആക്കാൻ. മിഷൻ സക്സസ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. അത് സക്സസ് ആകാൻ വേണ്ടിയിട്ട് വി നീഡ് ടു പ്ലാൻ അവർ വർക്ക്സ്. അത് പ്ലാൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അത് വർക്ക് ചെയ്യാൻ അല്ലെങ്കിൽ അത് പ്രാക്ടിക്കൽ ആക്കാൻ പറ്റുന്നതായിരിക്കണം എന്നുള്ളത് നമ്മൾ നന്നായി ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്താൽ ദൈവം നമുക്കത് വെളിപ്പെടുത്തി തരും. ആൻഡ് ഏറ്റവും ലാസ്റ്റില് പ്രാക്ടീസ് ഡീപ്പ് വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഡിസ്കഷനിലൊക്കെ കണ്ടു ഈ ടൈമിംഗ് ഒക്കെ എങ്ങനെ മാനേജ് ചെയ്യുന്നത്, പ്രയോറിറ്റി എങ്ങനെ നമുക്ക് കാത്തു സൂക്ഷിക്കാൻ പറ്റുന്നത്. പ്രാക്ടീസ് ഡീപ്പ് വർക്ക്, ഫോക്കസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളെയൊക്കെ മാറ്റി വെച്ചിട്ട് പ്രയോറിറ്റി ഉള്ള കാര്യങ്ങളിൽ ഡീപ്പായിട്ട് ഇറങ്ങുക. നമ്മൾ എല്ലാരും പറയും വി ആർ ബിസി, വി ആർ ബിസി, വി ആർ ബിസി, ബട്ട് വി ആർ നോട്ട് പ്രൊഡക്റ്റീവ്. അതാ പ്രശ്നം. എല്ലാവരും ഭയങ്കര തിരക്കാ, പക്ഷെ വി ആർ നോട്ട് പ്രൊഡക്റ്റീവ്, വി ആർ നോട്ട് ഫ്രൂട്ട്ഫുൾ. നമ്മൾ പ്രൊഡക്റ്റീവ് ആകണമെങ്കിൽ, നമ്മൾ ഫ്രൂട്ട്ഫുൾ ആകണമെങ്കിൽ പ്രാക്ടീസ് ഡീപ്പ് വർക്ക്. നമ്മുടെ ഫോക്കസ് മാറരുത്, നമ്മുടെ ഓട്ടത്തിന്റെ സ്പീഡ് കുറയരുത്, നമ്മുടെ ട്രാക്ക് മാറരുത്. അങ്ങനെ മാറിപ്പോയാൽ ചിലപ്പോൾ ഒരു നിമിഷം മതി, നല്ല ഓട്ടമായിരിക്കും, പക്ഷെ നമ്മൾ ഫെയിൽ ആയി പോകാനുള്ള സാധ്യതയുണ്ട്. ഗലാത്യ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്, നിങ്ങൾ നന്നായി ഓടിയിരുന്നു, പക്ഷെ എവിടോ ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പറ്റി. ഒരു ചെറിയ വീഡിയോ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലിയർ ആകും. ആ വീഡിയോ ജസ്റ്റ് ക്യാൻ യു ഷെയർ ഇറ്റ്? ഓക്കെ, താങ്ക് യു. ഈ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഫോക്കസ് തെറ്റിയപ്പോ സക്സസ്ഫുള്ളി ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ല. ഓക്കെ, നമ്മളെ ദൈവം ഒരു പർപ്പസോടുകൂടെ ഈ ഭൂമിയിലാക്കിയിരിക്കുന്നത് സക്സസ്ഫുള്ളി ഫിനിഷ് ചെയ്യാനായിട്ടാണ്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. അപ്പം കംപ്ലീറ്റ്ലി മിഷൻ സക്സസ്ഫുൾ. ദൈവം അതാ നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. എന്നെ കേൾക്കുന്ന ഓരോ ചെറുപ്പക്കാരെ കുറിച്ചും ദൈവം അതാ ആഗ്രഹിക്കുന്നത്. ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. സോ ഗോഡ്സ് പർപ്പസ് ഇൻ അവർ ലൈഫ്, ഗോഡ്സ് പ്ലാൻ ഇൻ യുവർ ലൈഫ്. My plans are not your plans, Isaiah, but organize your life around what matters most. നമ്മൾ വെൽ ഓർഗനൈസ്ഡ് ആയിരിക്കണം. ചെറുപ്പക്കാരില്ല, പ്രത്യേകിച്ച് ഈ കോവിഡ് സമയത്തൊക്കെ എല്ലാവരും ഭയങ്കര ലേസിയാണ്, മടി പിടിച്ച് ഉദാസീനതയോടെ രാവിലെ എപ്പോഴേലും ഒക്കെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഫുൾ സോഷ്യൽ മീഡിയയിൽ ഇരിക്കുക. ക്ലാസ് ഒക്കെ ഓൺലൈൻ ആണെങ്കിൽ ഓൺ ചെയ്തിട്ട് വേറെ പരിപാടികളൊക്കെ ചെയ്യുക. ഈവൻ മീറ്റിംഗ്സ് ആണെങ്കിൽ പോലും പണ്ട് നമ്മൾ തട്ടുകടയിലൊക്കെ കയറി ഇരിക്കുന്ന പോലെ ഓൺ ചെയ്തിട്ട് വെറുതെ ഇരിക്കുന്നു, ഇറങ്ങിപ്പോകുന്നു, അടുത്തതിനകത്ത് കയറുന്നു. ഇറ്റ്സ് നോട്ട് ഫോക്കസ്ഡ്, വി ആർ നോട്ട് ഓർഗനൈസ്ഡ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വിഷനും മിഷനും സക്സസ് ആകത്തില്ല. സോ ബി വെരി കെയർഫുൾ. ഞാൻ വളരെ വേഗത്തിൽ മുന്നോട്ട് പോവാണ്. മൂന്നാമതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അവർ വാല്യൂസ്. എന്താണ് നമ്മുടെ വാല്യൂസ്? വാട്ട് ആർ യുവർ വാല്യൂസ്? ഓക്കെ, വിഷൻ, മിഷൻ റെഡിയായി. ഇത് നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ, ദൈവം ആഗ്രഹിക്കുന്ന പോലെ നമ്മൾ ഓടി തികയ്ക്കണമെങ്കിൽ, ഹോൾഡ് ഓൺ ടു യുവർ വാല്യൂസ്. യുവർ വാല്യൂസ് മീൻസ് ഓഫ് കോഴ്സ് നമുക്ക് ദൈവത്തിന്റെ വചനം തന്നിട്ടുണ്ട്. ഈ വചനത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുക. കോവിഡ് ആണെങ്കിലും മറ്റെന്ത് സാഹചര്യങ്ങളാണെങ്കിലും ദൈവവചനത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുക. അതുകൊണ്ടാണ് ഡോക്ടർ ജസ്റ്റിൻ ആദ്യം പറഞ്ഞല്ലോ, അപ്പോയിന്റ്മെന്റ് വിത്ത് ഗോഡ്. ദൈവവുമായിട്ടുള്ള ആ സമയം, ദൈവവചനം വായിക്കുന്നതിലും പ്രാർത്ഥിക്കുന്നതിലും ധ്യാനിക്കുന്നതിലും ഒക്കെ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ നമ്മളെ ദൈവം ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കും.
കോവിഡിന്റെ സാഹചര്യത്തിലും പ്രയാസങ്ങളുടെ സാഹചര്യത്തിലും ടെംപ്റ്റേഷൻസ് വരുമ്പോഴും ട്രയൽസ് വരുമ്പോഴും ഒക്കെ ദൈവം നമ്മളെ ശക്തിപ്പെടുത്താനായിട്ട് ഇടയായിത്തീരും. ആ ശക്തിയും ഊർജവും ഉത്സാഹവും ഒക്കെ കൊണ്ട് ദൈവം നമുക്ക് തന്ന വിഷനും മിഷനും സക്സസ്ഫുൾ ആക്കാനായിട്ട് സാധിക്കും. കോവിഡിനോ മറ്റൊന്നിനോ നമ്മുടെ വിഷനെയോ മിഷനെയോ തടസ്സപ്പെടുത്താൻ പറ്റത്തില്ല. നമ്മൾ ദൈവത്തെ വായിക്കുന്നുണ്ടല്ലോ, കഷ്ടതയ്ക്കോ പട്ടിണിക്കോ ഒന്നിനും എന്നെ ഈ സ്നേഹത്തിൽ നിന്ന് വേർതിരിക്കാൻ കഴിയില്ല മക്കളെ. അതുകൊണ്ട് ആ സ്നേഹത്തിലേക്ക് ഇഴുകിച്ചേരാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമ്മൾ അതിന് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. സ്ട്രെങ്തൻ യുവർ സെൽഫ്. നിങ്ങളെ തന്നെ സ്ട്രെങ്തൻ ചെയ്യുക. സ്ട്രെങ്തൻ മീൻസ് ഭയങ്കര പവർഫുൾ ആ ഒരു പിക്ചർ മാത്രമല്ല. ഇടയ്ക്ക് എനിക്ക് തോന്നുന്നു ജോയ് സാന്തോന്ന് പറഞ്ഞ് നമ്മളെ തന്നെ ക്ലീൻ ചെയ്യുക, നമ്മളെ സാങ്ക്ടിഫിക്കേഷൻ. പ്രത്യേകിച്ച് ഈ യൗവന പ്രായത്തിൽ ഒരുപാട് കറകളും പ്രശ്നങ്ങളും തെറ്റുകളും പാപങ്ങളിലും ഒക്കെ നമ്മൾ ചെന്ന് പെടാൻ സാധ്യതയുണ്ട്. അത് ഒരിക്കലും നിങ്ങളുടെ വിഷൻ ആൻഡ് മിഷൻ സക്സസ്ഫുള്ളി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കത്തില്ല. ശക്തിയോടുകൂടെ നമ്മൾ ആയിരിക്കാൻ ശ്രമിക്കുക. അങ്ങനെ നമ്മളെ തന്നെ ശക്തിപ്പെടുത്തുമ്പോൾ ഓഫ് കോഴ്സ് വി ക്യാൻ സെർവ് അവർ ഗോഡ്. നമ്മുടെ ദൈവത്തെ സേവിക്കാൻ സാധിക്കും. അതാണ് നമ്മുടെ മിഷൻ. അതാണ് നമ്മുടെ മിഷൻ. യോശുവ പറയുന്നുണ്ട്, നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും ആയിക്കോ, ബട്ട് മീ ആൻഡ് മൈ ഫാമിലി വി വിൽ സെർവ് ദ ലോർഡ്. എന്നെ കേൾക്കുന്ന ചെറുപ്പക്കാരെ, എന്ത് സാഹചര്യം ആയിക്കോട്ടെ, കോവിഡ് ആയിക്കോട്ടെ, പ്രശ്നമായിക്കോട്ടെ, പഠിത്തം പ്രശ്നം, അല്ലെങ്കിൽ ജോലി പ്രശ്നമായി, അല്ലെങ്കിൽ വീട്ടിൽ പ്രശ്നമുണ്ട്, മാനസിക പ്രശ്നമുണ്ട്, ഇതിനെല്ലാം തരണം ചെയ്തിട്ട് നമ്മൾക്കൊരു വലിയ ഡിസിഷൻ ഉണ്ടായിരിക്കണം. ഐ വിൽ സെർവ് മൈ ഗോഡ്. ഞാൻ എന്റെ ദൈവത്തെ സേവിക്കും, എന്നെ രക്ഷിച്ച എന്റെ ദൈവത്തെ ഞാൻ സേവിക്കും എന്നുള്ള വലിയ ഉദ്ദേശത്തോടുകൂടെ നമ്മൾ ജീവിക്കണം, വലിയ മിഷനോടുകൂടെ നമ്മൾ ജീവിക്കണം. ദാനിയേൽ ശദ്രക് മേശക് അബേദ്നെഗോ പറഞ്ഞല്ലോ, ഞങ്ങളെ ഇവിടുന്ന് വിടുവിച്ചാലും ഇല്ലെങ്കിലും ഈ ദൈവത്തെ മാത്രമേ ഞങ്ങൾ സേവിക്കത്തുള്ളൂ, ഈ ദൈവത്തെ മാത്രമേ നമ്മൾ ആരാധിക്കത്തുള്ളൂ. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ദെൻ സേവ് അതേഴ്സ്. നമ്മുടെ മിഷൻ ഇത് എന്ത് കോവിഡ് വന്നാലും, പ്രീ കോവിഡ് ആണെങ്കിലും പോസ്റ്റ് കോവിഡ് ആണെങ്കിലും നമ്മുടെ വലിയ മിഷനാണ് സേവ് അതേഴ്സ്. വിറ്റ്നസ് ആകുക, സാക്ഷികളാകുക. ലോകത്തിന്റെ അറ്റത്തോളം നിങ്ങൾ സാക്ഷികളാണ് നിങ്ങളുടെ സമൂഹത്തിൽ. പ്രത്യേകിച്ച് ഇപ്പം ഡിജിറ്റൽ ടെക്നോളജി ഒക്കെ ഇത്രയും വർദ്ധിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് റീച്ച് ചെയ്യാൻ ഒരുപാട് സാധ്യതയാണ് നമ്മുടെ മുമ്പിൽ. There are a lot of opportunities. Use it, maximum use it, utilize it. അതിനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഞാനിവിടെ നിർത്താനായിട്ട് താല്പര്യപ്പെടുക. ടേക്ക് അവേ, if you are not in the right track, okay, if you are not in the right track, അല്ലെങ്കിൽ നിങ്ങളുടെ വിഷൻ നിങ്ങൾ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുന്നില്ലെങ്കിൽ, നിങ്ങളുടെ മിഷൻ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ലെങ്കിൽ, റീഡിഫൈൻ ഇറ്റ്, റീഡിസൈൻ ഇറ്റ് ആൻഡ് റീമേക്ക് ഇറ്റ്. ഓക്കെ, നിങ്ങളുടെ ഡെഫിനിഷൻ മാറ്റുക. നിങ്ങൾ ഒരു പക്ഷെ ചിന്തിക്കുന്നത് തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, ഇതിനു വേണ്ടിയിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. നോ, റീഡിഫൈൻ ഇറ്റ്. ഗോഡ് ഹാസ് എ പർപ്പസ് ഫോർ യു. ആൻഡ് ദെൻ റീഡിസൈൻ ഇറ്റ് ആൻഡ് ദെൻ റീമേക്ക് ഇറ്റ്, മീൻസ് ഇംപ്ലിമെന്റ് ഇറ്റ് ആൻഡ് ബി സക്സസ്ഫുൾ. May God bless you all. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. Vision and mission. Redefine it if you are not in the right track. Thank you so much. May God bless you. Okay, we are very happy to have this situation, this occasion now. വളരെ സന്തോഷമുണ്ട്. കാരണം ഇത്രയും പാർട്ടിസിപ്പൻസ് വന്ന് നമുക്ക് ഒന്നിച്ച് ഈ ഇത്രയും സമയം ഇടയായി. മാത്രമല്ല വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ടോക്കാണ് നമുക്ക് കേൾക്കാൻ കഴിഞ്ഞത്. ബ്രദർ ജോയ് ജോൺ, അതുപോലെ ബ്രദർ ജിബി, വളരെ ഇൻസ്പയറിംഗ് ആയിരിക്കുന്ന ആ ടോക്ക് ആയിരുന്നു. മാത്രമല്ല അതിനിടയ്ക്ക് ഇന്ററാക്റ്റീവ് സെഷനിലും വളരെ പ്രയോജനപ്പെട്ട ചില മെസ്സേജസ് ആൻഡ് ചലഞ്ചിങ് വേർഡ്സ് ആണ് നമുക്ക് കേൾക്കാനായിട്ട് ഇടയായിട്ട് തീർന്നത്. ഞാൻ വളരെ സന്തോഷിക്കുകയാണ്. കാരണം ഏതാണ്ട് 280-ലധികം ഡിവൈസിൽ നിന്ന് ഞാൻ വിചാരിക്കുന്നത് 600-ലധികം പാർട്ടിസിപ്പൻസ് ഇന്നത്തെ മീറ്റിംഗിൽ ഉണ്ടായിരുന്നു. മോർ ദാൻ 600 ആക്ച്വലി. ഇത്രയും പേര് പാർട്ടിസിപ്പേറ്റ് ചെയ്തതിന്റെ പിന്നിലുള്ള കാരണം തന്നെ ഞാൻ മനസ്സിലാക്കുന്നത്, ഈ നാളുകളിൽ നാം നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളിൽ നിന്നുള്ള ഒരു വലിയ മാറ്റം നാം ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ട് നാം നമ്മെ തന്നെ റീഡിഫൈൻ ചെയ്യേണ്ടത് ആവശ്യമാണ് എന്നുള്ള ബോധ്യമാണ് ഇന്ന് ഇത്രയും പേർക്ക് പങ്കെടുക്കാൻ ഇടയായിട്ട്. ഞാൻ അത് വളരെ സന്തോഷിക്കുന്നു. മാത്രമല്ല ഞാൻ ഓർക്കുകയായിരുന്നു, ഞാൻ ഈ കഴിഞ്ഞ 4-5 ദിവസങ്ങൾ കൊണ്ട് SBS-ന്റെ കൂട്ടുകാരായിരിക്കുന്ന ഏതാണ്ട് 400ഓളം പേരെ പേഴ്സണലായിട്ട് വിളിക്കാനായിട്ട് ഇടയായിട്ടുണ്ട്. 4-5 ദിവസം കൊണ്ട് അവരെയും അവരുടെ പേരൻസിനോട് സംസാരിക്കാൻ ഇടയായിട്ടുണ്ട്. അതിന്റെ ഒരു റെസ്പോൺസ് ഞാൻ ഇന്ന് കാണാൻ ഇടയായിട്ട് തീർന്നു. ഞാൻ വളരെ സന്തോഷമുണ്ട് ഇത്രയും പേര് പാർട്ടിസിപ്പേറ്റ് ഇടയായിട്ട് തീർന്നു. ഞാൻ ഈ സമയത്ത് ചുരുക്കം ചില വാക്കുകളിൽ നന്ദിയായിട്ട് ചില വാക്കുകൾ പ്രിയപ്പെട്ടവരോട് പറയട്ടെ. ബ്രദർ ജോയ് ജോനോടും ബ്രദർ ജിബിയോടും ആദ്യമായിട്ട് നന്ദി പറയുന്നു. കാരണം ദൈവം ധാരാളം ദൈവകൃപ അവർക്ക് നൽകി. ഇന്നത്തെ പ്രോഗ്രാമിൽ വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ ഇന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്ത യങ്സ്റ്റേഴ്സിനും ടീനേജേഴ്സിനും നിങ്ങളുടെ ടോക്കിലൂടെ ലഭിക്കാനിടയായി. ദൈവങ്ങളെ സഹായിക്കട്ടെ. SBS-ന് നന്ദി അറിയിക്കുന്നു. മാത്രമല്ല ഇന്ററാക്റ്റീവ് സെഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത 4 പാർട്ടിസിപ്പൻസ്, ഡോക്ടർ ജസ്റ്റിൻ ഈശോ സാം, അതുപോലെ തന്നെ ബ്രദർ ചാൾസ് ആൻഡ് ജോയ്സ്, ബ്രദർ ബെൻസൺ സ്റ്റീഫൻ,
ആൻഡ് ഓൾസോ ജോർജി മാത്യൂസ്. ഇത്രയും പേര് വളരെ നന്നായിട്ട് ഇന്ററാക്റ്റീവ് സെഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അതും റിയൽ ഇൻസ്പിറേഷൻ ആയിരുന്നു പാർട്ടിസിപ്പൻസിന്. നിങ്ങളോടുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഇന്ന് പാട്ടുകൾ പാടിയ 2 ടീമുണ്ട്. ബ്രദർ നിതിൻ ജെയ്സൺ ആൻഡ് ടീം, അതുപോലെ തന്നെ ഓസ്ട്രേലിയയിൽ നിന്ന് ജോഷുവ ആൻഡ് ഓൾബ്രൈറ്റ്സ് ടീം. അവർ 2 പേരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. 2 പേരോടുള്ള നന്ദി പറയുന്നു. മാത്രമല്ല ഇതിന്റെ പിന്നിൽ വിവിധ ശുശ്രൂഷകൾ ചെയ്ത റിസോഴ്സ് ടീമുണ്ട്. ഇതിന്റെ പിന്നിൽ അധ്വാനിച്ച SBS-ന്റെ പ്രവർത്തകരുണ്ട്. എല്ലാവരോടും നന്ദി പറയും. എല്ലാറ്റിലും ഉപരിയായി ഇത് പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും ഞങ്ങളുടെ കൂട്ടുകാരായിരിക്കുന്ന SBS-ന്റെ കൂട്ടുകാരായിരിക്കുന്ന ടീനേജേഴ്സ് ആൻഡ് യങ്സ്റ്റേഴ്സ് നിങ്ങളോട് നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. നിങ്ങളുടെ ഈ ഒരു എൻകറേജ്മെന്റ്, SBS-നോടുള്ള ഈ ഒരു നിങ്ങളുടെ എൻകറേജ്മെന്റ് ഞങ്ങൾ തീർച്ചയായിട്ടും അത് അക്സെപ്റ്റ് ചെയ്യുന്നു. നിങ്ങൾക്ക് വേണ്ടി കൂടുതൽ പ്രോഗ്രാംസ് വരുന്ന ആളുകൾ ഞങ്ങൾ സംഘടിപ്പിക്കുന്നതാണ്. നിങ്ങളുടെ പ്രശ്നങ്ങളെ പ്രായോഗികമായി തന്നെ നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളെ ഒന്ന് ഫോക്കസ് ചെയ്തുകൊണ്ട് കൂടുതൽ പ്രോഗ്രാംസ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നതാണ്. നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഇപ്പോൾ എല്ലാവർക്കും ഒരു വാക്കിൽ വീണ്ടും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. കർത്താവ് ധാരാളമായിട്ട് സഹായിക്കട്ടെ. ഇത്രത്തോളം ദൈവം നമ്മെ സഹായിച്ചു. എല്ലാ പ്രോഗ്രാംസും വളരെ ഭംഗിയായിട്ട് നടക്കുവാൻ കർത്താവ് കൃപ നൽകി. സഹോദരന്മാർക്ക് വേണ്ട ദൈവകൃപ കർത്താവ് കൊടുത്തു. കർത്താവിന്റെ പരിപാലനം ഒക്കെ നമുക്ക് അനുഭവിക്കാനായിട്ട് ഇടയായി തീർന്നു. ഈ അവധി സമയത്ത് SBS ക്രമീകരിച്ചിരിക്കുന്ന 3 പ്രോഗ്രാംസ് ആണ്. ഇന്ന് ടീൻസിനും യൂത്ത്സിനും വേണ്ടിയുള്ള പ്രോഗ്രാമാണ് കഴിഞ്ഞത്. നാളെ SBS ഇതുവരെയും ചെയ്യാത്ത നിലയിൽ ഒരു സ്പെഷ്യൽ പ്രോഗ്രാം നമ്മുടെ ഗ്രാൻഡ് പേരൻസിന് വേണ്ടി, അഥവാ പേരൻസ് ഗ്രാൻഡ് പേരൻസ് ആകാൻ പോകുന്നവര് അങ്ങനെയുള്ളവർക്ക് വേണ്ടി നമ്മൾ ക്രമീകരിച്ചിരിക്കുകയാണ്. ഇന്നത്തെ തലമുറയോടുള്ള ബന്ധത്തില്, കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തില് അവർക്ക് ഗ്രാൻഡ് പേരൻസിൽ നിന്ന് എന്താണ് കിട്ടിയത്, അല്ലെങ്കിൽ എന്താണ് അവർക്ക് കാഴ്ചവെക്കാനായിട്ട് പോകുന്നത്, ഇത്യാദി കാര്യങ്ങൾ നാളെ നമ്മൾ കേൾക്കുവാനായിട്ട് പോവുകയാണ്. പ്രൊഫസർ മാത്യൂസ് എബ്രഹാം അദ്ദേഹമായിരിക്കും മെയിൻ സ്പീക്കർ, മെയിനായിട്ട് നമ്മളോട് സംസാരിക്കുന്നത്. മറ്റു പലരും ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇവിടെ വന്നിരിക്കുന്ന എല്ലാ ടീൻസിനോടും എൻ്റെ ഒരു അപേക്ഷയാണ്, നിങ്ങളുടെ വീട്ടിൽ ഗ്രാൻഡ് പേരൻസ് ഉണ്ടെങ്കിൽ പേരൻസിനോടും തീർച്ചയായിട്ടും ഈ പ്രോഗ്രാമിൽ സംബന്ധിക്കാനായിട്ട് പറയണം. ഒരുപക്ഷെ അവർക്ക് ഈ ഡിവൈസ് ഒന്നും ഉപയോഗിക്കാൻ അറിയില്ലെങ്കിൽ നിങ്ങളത് ഓൺ ചെയ്ത് അവർക്ക് വേണ്ടി നിങ്ങൾ സമയം ചെലവഴിക്കണം, ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കണം. നാളെ കൃത്യം 5 മണിക്ക് ഈ പ്രോഗ്രാം ആരംഭിക്കുന്നതാണ്. അതായത് സൺഡേ 5 മണിക്ക് 5 o'clock-നാണ് ഈ പ്രോഗ്രാം ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇത് സംബന്ധിച്ച എല്ലാ ടീംസും നിങ്ങളൊരു ചലഞ്ചായിട്ട് ഏറ്റെടുക്കണം. നിങ്ങളുടെ എല്ലാം ഗ്രാൻഡ് പേരൻസ് ഉണ്ടെങ്കിൽ പേരൻസ് അവരെല്ലാം ഇതിൽ പങ്കെടുക്കുവാനായിട്ട് നിങ്ങൾ അതിൽ സംബന്ധിക്കണം എന്നുള്ള കാര്യം ഞാൻ പ്രത്യേകം ഓർപ്പിക്കുന്നു. നമ്മളിപ്പോൾ പ്രാർത്ഥിച്ച് ഈ പ്രോഗ്രാം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സാമുവൽ തോമസ് കോഴിക്കോട് ഇപ്പോൾ പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് ഈ പ്രോഗ്രാം ഇവിടെ അവസാനിപ്പിക്കും. സ്വർഗീയ ഞങ്ങളുടെ പിതാവേ, ഈ മനോഹരമായ സമയത്തിനായിട്ട് തുടങ്ങി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഇന്ന് പൽക്കാലം കർത്താവേ യുവാക്കന്മാരോടുള്ള ബന്ധത്തിൽ ഞങ്ങൾക്ക് ഒന്നിച്ചു കൂടുവാനായിട്ട് അവിടുന്ന് ഇടയാക്കിയത് ഓർത്തുകൊണ്ട് സ്തോത്രം ചെയ്യുന്ന കർത്താവേ. രാവിലെ കൂടിയ സമയം മുതൽ ഇതുവരെയും അവിടുത്തെ കൃപ ഉണ്ടായിരുന്നുകൊണ്ട് സ്തോത്രം. ഈ ഉപകരണങ്ങളൊക്കെയും കർത്താവ് ഞങ്ങൾ ഇന്റർനെറ്റിന്റെ സഹായത്തോടൊക്കെ ആയിരുന്നു ഞങ്ങൾ ഇതുവരെയും ആയിരുന്നത്. എല്ലാം നന്നായി പ്രവർത്തിപ്പാൻ അവിടുന്ന് സഹായിച്ചത് ഓർത്തുകൊണ്ട് സ്തോത്രം ചെയ്യുന്ന കർത്താവേ. കർത്താവെ കൂട്ടിവരുത്തിയ യുവാക്കന്മാർക്കായിട്ട് തുടങ്ങി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഇന്ന് പൽക്കാലം അവർക്ക് ആവശ്യമായ ദൂത് നൽകുവാനായിട്ട് അവിടുന്ന് പ്രസാദിച്ചല്ലോ, നന്ദിയോടെ ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു. കർത്താവിന്റെ ദാസന്മാരായ ജോയി ചാനലിലൂടെയും അതുപോലെ ജിബി സൗറിലൂടെയും കർത്താവെ അനുഗ്രഹിക്കപ്പെട്ട ദൂത് അവിടെ നൽകുവാൻ പ്രസാദിച്ചു ഓർത്തും തുടങ്ങി സ്തുതിക്കുന്നു. പ്രിയപ്പെട്ടവർ അവിടുന്ന് സഹായിക്കാൻ അനുഗ്രഹിക്കണമേ, ആവശ്യമായ കൃപ അവിടെ നൽകണം. അവരുടെ പ്രവർത്തന മേഖലയിൽ അവിടുന്ന് കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കും കർത്താവെ. അതുപോലെ ഇന്ററാക്റ്റീവ് സെക്ഷനിൽ കർത്താവ് പങ്കെടുത്ത പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരെ അവിടുന്ന് അനുഗ്രഹിക്കുക, അവരുടെ പ്രവർത്തന മേഖലയെ അവിടുന്ന് അനുഗ്രഹിച്ച് കർത്താവ് അവിടുത്തെ നാമ മഹത്വത്തിന് വേണ്ടി വരും ദിവസങ്ങളിലായിരിക്കാൻ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കും കർത്താവെ. ഇന്ന് പൽക്കാലം പങ്കെടുത്ത എല്ലാ യുവാക്കന്മാരെയും തിരുക്കളയും തരുന്ന കർത്താവെ, അവർക്ക് ആവശ്യമായ കൃപ അവിടെ നൽകണമേ. പ്രത്യേകമായ ഈ സാഹചര്യത്തിലൂടെ ഞങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ കർത്താവെ, പ്രതികൂല സാഹചര്യങ്ങളിലൂടെ ഞങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ കർത്താവെ, ഞങ്ങളുടെ ദർശനം കർത്താവെ ഉള്ളവരായിട്ട് ജീവിപ്പാൻ കർത്താവെ, ഞങ്ങളുടെ പ്ലാനുകൾ റീപ്ലാൻ ചെയ്തുകൊണ്ട് അവിടുത്തെ നാമമോഹത്തിനോട് ജീവിപ്പാനായിട്ട് കർത്താവെ ഓരോ യുവാക്കന്മാരെ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കും കർത്താവെ. കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു തലമുറയായി തീരുവാനായിട്ട് അവിടുത്തെ നാമമോഹത്തിനോട് ജീവിപ്പാനായിട്ട് അവിടുത്തെ സാക്ഷികളായിട്ട് നിൽപ്പാനായിട്ട് അവിടുന്ന് സഹായിക്കണമേ കർത്താവെ. ഞങ്ങളെ സൃഷ്ടിച്ചതിന്റെ ഉദ്ദേശം, ഞങ്ങളെ വിളിച്ചതിന്റെയും ഞങ്ങളെ വേർതിരിച്ചതിന്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ഉദ്ദേശം നിവർത്തിപ്പാനായിട്ട് ഓരോ യുവാക്കന്മാരും കർത്താവ് തീരുമാനമെടുത്തുകൊണ്ട് അവിടുത്തെ വേണ്ടി സമയം ചെലവഴിക്കുന്നവരായിട്ട് ജീവിപ്പാൻ അവിടുന്ന് ഓരോരുത്തരെ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നൽകിയ എല്ലാ നന്മകൾക്കായിട്ട് നമ്മുടെ സ്തോത്രം. ഈ അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങൾക്കായിട്ട് നമ്മുടെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഇന്ന് കൂടിവരിൽ പങ്കെടുത്ത എല്ലാവർക്കും കർത്താവ് ഇതൊരു അനുഗ്രഹമായി തീരുവാൻ വരും ദിവസങ്ങളിൽ കർത്താവെ അവിടത്തേക്ക് പ്രയോജനമുള്ളവരെ ജീവിപ്പാനായിട്ട് അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു.
എല്ലാ നന്മകൾക്കായിട്ട് സ്തോത്രം മഹത്വം എല്ലാം അങ്ങ് സമർപ്പിക്കുന്ന കർത്താവ്. ഇതിന്റെ പിന്നിൽ അധ്വാനിച്ച അനേക സഹോദരന്മാരുണ്ട് കർത്താവ്, അവരെയും ഞങ്ങൾ ഓർക്കുന്നു കർത്താവ്. അവരെയും ധാരാളമായിട്ട് അവിടുന്ന് അനുഗ്രഹിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. സുവിശേഷം ബാലസംഘത്തിന്റെ പ്രവർത്തനത്തെ ഇത്രത്തോളം അനുഗ്രഹിച്ചുകൊണ്ട് സ്തോത്രം തുടർന്നവിടെ സഹായിക്കണമേ കർത്താവെ. അനേകർക്ക് അനുഗ്രഹമായിട്ട് തുടർന്ന് ഈ പ്രവർത്തനം മുന്നോട്ട് പോകാൻ അവിടുന്ന് സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കും കർത്താവെ. ഈ മീറ്റിംഗ് ഏറ്റവും അനുഗ്രഹമായി തീരുവാനായിട്ട് കഴിഞ്ഞ നാളുകളിൽ നിരന്തരമായി പ്രാർത്ഥനയിൽ സഹകരിച്ച പ്രിയപ്പെട്ടവരുണ്ട് കർത്താവെ, അവരെ അവിടുന്ന് അനുഗ്രഹിക്കണം എന്ന് പ്രാർത്ഥിക്കും. വരും ദിവസങ്ങളിൽ നടക്കേണ്ട 2 ദിവസത്തെ മീറ്റിംഗും ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ അവിടുന്ന് സഹായിക്കണമേ. എല്ലാ മഹത്വം അങ്ങേക്ക് സമർപ്പിക്കുന്നു. യേശു കർത്താവ് നാമത്തിൽ താഴ്മ വീക്ഷിക്കുന്നുണ്ടായി കേൾക്കുമാറാണമേ. ആമേൻ. കർത്താവായ യേശു ക്രിസ്തു കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ നിരന്തരമായ കൂട്ടായ്മ സഹവാസവും ഞങ്ങളോട് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളുടെ മേലും പ്രത്യേകം ഇന്ന് കൂടി വന്ന എല്ലാ യുവാക്കന്മാരുടെ മേലും ഇപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവ് വരുവാൻ താമസിച്ചാൽ ഇനിയും നമുക്ക് ഒരുമിച്ച് കാണാം. താങ്ക് യു സോ മച്ച്.